أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين يا أهل الكتاب لا تغلوا في دينكم ولا تقولوا على الله إلا الحق. അവിടെ വെച്ചത് അഹ്ലു കിതാബിൻ്റെ ആളുകാരെ വിളിച്ച്, പക്ഷേ ഈ നിരോധനം അഹ്ലു കിതാബിന് മാത്രമല്ല. അങ്ങനെ ചില മുസ്ലിയാക്കന്മാർ പറഞ്ഞിട്ടു അത് അഹ്ലു കിതാബിനോട് നമുക്ക് ബാധകമല്ല. അതായത് ഉലൂബ് അവിടെ നടക്കുന്ന അവിടൊക്കെ വിരോധം തന്നെ. ഉലൂബ് എന്താ, ഏച്ചക്കാതിലാവട്ടെ പറച്ചല്ലാവട്ടെ എന്താകും, അതിന് വിട്ട് കിടക്കല് ഒരു എന്നിട്ട് എന്താ ഹക്കല്ലാത്ത എന്തല്ലോ പറഞ്ഞുണ്ടാക്കുക. കൂട്ടത്തോടെ ചാവടിക്കാൻ കയറി പോലും, പൈസ കൊടുക്കാണ്ട് കിഴിഞ്ഞു പോയി പോലും, പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ ഹോട്ടലിൽ തീപിടിച്ചു പോലും. ഏത് ഹോട്ടലിലാന്ന് എവിടെ ചാവടിക്കാൻ കയറിൻ്റെ എവിടെ കൂട്ടത്തോടെ പോയി. ഈ പറയപ്പെട്ടവരെ ചരിത്രത്തിൽ അങ്ങനെ കൂട്ടത്തോടെ പോക്ക്. അതെവിടെ തലീമാൻ ചോദിച്ചൊന്നുമില്ല. പിന്നെ ഒരാൾ പറഞ്ഞ് എനിക്ക് ചോരക്കടലുണ്ടാണ് ഇല്ലയെന്ന് പറഞ്ഞു. ബാന്ന് പറഞ്ഞിട്ട് കുട്ടിക്കൊണ്ട് പോയി കടപ്പുറത്ത് ഇതെല്ലാം ചോരയാവട്ടെ എന്നുണ്ട്. അപ്പം വെറും തരാമാല ചോര പോയി. ഇനി വെള്ളമാവുക എന്ന് പറയുമ്പോൾ വെള്ളം ചോദിച്ചു. ഏത് കടലിലാന്ന് അറിയുമ്പോൾ പോയെന്ന് വെച്ചാൽ ഒരു തലയും പാലുമില്ല. ഇതൊക്കെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പുളിച്ച ചീത്തയും പറയും. സംഭവം ശതമം കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ ശരിക്കോ ചുരുക്കത്തിൽ കുളിപ്പിച്ചിരുന്നാക്കി കുട്ടിയിലുണ്ടായി. അപ്പം ഇത് മനസ്സിലായില്ലേ? അപ്പം എന്താണ്, ഈസാ അലൈഹിസ്സലാമിനെ പറ്റി അള്ളാഹുവിൻ്റെ മോനാണ്, ഇലാഹിൻ്റെ കൂട്ടത്തിൽ ഇലാഹാണ്, അല്ല തന്നെയാണ്, അല്ല കൊലം മാറി വന്ന ഇതെല്ലാം പറഞ്ഞുണ്ടാക്കൽ എല്ലാ കുലുബാണ്. അതാണ് വലാ തഖൂലൂ അലല്ലാഹി ഇല്ലൽ ഹഖ്. അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ പറയരുത് ഹക്കല്ലാതെ മിണ്ടാൻ പാടില്ല. ഐ ലാ തസിഫൂഹു ബിമാ യസ്തഹിൽ ഇത്തിസാഫുഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല വസ്ഫ് പറയപ്പെടലും മുസ്തഹീലായ കാര്യങ്ങളെ കൊണ്ട് വസ്ഫ് പറയാൻ പറ്റില്ല. എന്തിനാ മിനൽ ഹുലൂലി വൽ ഇത്തിഹാദ്. ഹുലൂൽ എന്ന് പറഞ്ഞാൽ എന്താന്ന്, ഒരു സാധനത്തിൽ ഇറങ്ങലി, അവതരണം. ഇത്തിഹാദ് എന്ന് പറഞ്ഞാൽ ഖാലിഖും മഖ്ലൂഖും കൂടി ഒന്നാകുക. ഇത്തിഹാദ് അക്കലി തന്നെ മുഹാലാന്നു പറഞ്ഞ റായത്തിൽ ഓതിന്. അതുപോലെ വത്തിഹാദി സ്വാഹിബത്തി വൽ വലത്, ഭാര്യയും മക്കളെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ. കള്ളത്തരീക്കത്തുകാർക്കും ഉണ്ട്. അല്ലാതെ മാരിപ്പത്താന്നിട്ട് പണ്ടുള്ളൊന്നും പറഞ്ഞാൽ പറ്റൂല. ഇപ്പം സനൂസിയിലും മറ്റൊക്കെ പറഞ്ഞൊന്നും പറ്റൂല. ബൽ നസ്ദിഹൂഹു അൻ ജമീഇ ദാലിക്. ഇതിനെ തൊട്ടെല്ലാം അള്ളാഹിനെ പരിശുദ്ധനാക്കിയാണ് വേണ്ടത്. ഇനി വിഷയം പറയാ, ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം. ആരാ മസീഹ്? ഈസാ അലൈഹിസ്സലാം. അതന്നെ ഈസ ഇബ്നു മറിയം മുബത്തദയാണ്. ഇന്നമൽ മസീഹുവിൻ്റെ ഖബറ് പറയും. എവിടെ? റസൂലുള്ളാഹി. ശേഷം പറയുന്നതാ റസൂലുള്ളാഹിയാണ്. വകലിമതുഹു അൽഖഹാ ഇലാ മറിയമ വറൂഹും മിൻഹു വഹുവ ലഖബും മിനൽ അൽഖാബിൽ മുശറഫ. ഇത് മസീഹ് എന്നുള്ളത് ആദരിക്കപ്പെടുന്ന ലഖബിൽപ്പെട്ടതാണ്. പക്ഷേ ഇബ്ലീസിനെ പറയും മസീഹ്, പക്ഷെ അത് ആദരിക്കപ്പെടുന്നതല്ല. അതാ കസ്സദ്ദീഖി വൽ ഫാറൂഖി എന്നൊക്കെ ആദരിച്ച് പറയുന്നില്ലേ, ആ ലഖബിൽപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ ആദരിക്കപ്പെടുന്നത് ആര്? ഈസാ അലൈഹിസ്സലാമാണല്ലോ. ഈസ ഇബ്നു മറിയമ എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട്? ഉപ്പാനെക്കൊള്ള ചെറുക്കാനില്ല. അപ്പം ഈസ ഇബ്നു മറിയമ എന്ന് പറയുമ്പോൾ മറിയം എന്നുള്ളത് പെണ്ണുക.
ഓറ മോനാണ്. അപ്പം ഇലാഹല്ലാന്ന് വരും. അതിനാണ് എന്താക്കി ഫീ നിസ്ബത്തിഹി ഉമ്മിഹി, ഉമ്മാനെ കൊള്ള നിസ്ബ ചെയ്ത് പറഞ്ഞതിലുണ്ട് തംബീഹുൻ, തംബീഹുണ്ട്. ഇതിന് ലിബുത്ലാനി മാ വസഫൂഹു ബിഹി, എന്തുകൊണ്ടാണോ ഈസാ അലൈഹിസ്സലാമിന് ഇവർ വസ്ഫ് പറഞ്ഞത് മിൻ ബുനുവ്വത്തിഹി ലഹു തആല, അള്ളാഹിന്റെ മോനാന്ന്. അള്ളാഹിന്റെ മോനാ നൂറ് പറഞ്ഞതിനെ ബാത്തിലാക്കാൻ മറിയമിന്റെ മോന് അള്ളിപ്പം പറഞ്ഞു. അപ്പം രണ്ട് ഉപ്പുണ്ടാവില്ലല്ലോ. മറിയമോ എന്നുള്ളത് അർത്ഥം എന്താ? ബിമാനൽ ആബിദ എന്നാണ് അതിൻ്റെ അറബി ഭാഷ. മറിയമ് അറബി ഭാഷയല്ല. ഓറ് റസൂലുള്ളാഹി ഖബറുൽ ലിൽ മുബ്തദഇ, കണ്ടാ മുബ്തദാന്റെ ഖബർ. മഹാദാ ഹുവൽ ഖൗലുൽ ഹഖ്, ഇതാണ് അല്ലാഹു തആല പറയാൻ പറഞ്ഞ ഹക്കായ ഖൗല്. എന്നെ വിട്ടിട്ട് പറഞ്ഞു മസീഹ ഈസാ അലൈഹിസ്സലാം, അതാ അള്ളാഹുവിൻ്റെ റസൂൽ മാത്രമാണ്, അതിനപ്പുറം പറയാൻ പാടില്ല. ഇനി രണ്ട്, വ കലിമത്തുഹു, അള്ളാഹുവിൻ്റെ കലിമത്തുമാണ് എന്ന് പറഞ്ഞാൽ എന്താ? തകവ്വന ബി കലിമത്തിഹി വ അംരിഹി അല്ലദീ ഹുവ കുൻ, കുൻ എന്ന കൗല് കൊണ്ടാണ് അള്ളാഹ് അത് മൂപ്പർ ജനിച്ചത്. അപ്പം ആദത്ത് പോലെയല്ല. അള്ളാഹുവിൻ്റെ കൽപ്പന കുൻ മിൻ ഗൈരി വാസിതത്തി അബിൻ വലാ നുത്ഫ, പിതാവിൻ്റെതോ പിതാവിൻ്റെ നുത്ഫത്തിൻ്റെ വാസിത്തയിൽ ഇല്ല. ഇനി രണ്ടെണ്ണം കഴിഞ്ഞ് അൽഖാഹ ഇല മറിയമ, മറിയം ബീബിയിലേക്ക് ആ കലിമത്തിന് ഇട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഔസലഹ ഇലൈഹ വഹസ്സലഹ ഫീഹ, ഈ കുൻ എന്ന കലിമത്തിന് എന്താക്കി? മറിയം ബീബിയിലേക്ക് ഇട്ടുകൊടുക്കുകയും അതിൽ ഹസലാക്കിന്ന് ബിനഫ്ഖി ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഊത്തുകൊണ്ടാണ്. ഇനി അടുത്ത് റൂഹം മിന്നു, ഇവിടെ കള്ളത്തരീക്കത്തോടെ അർത്ഥം വെക്കല്, അള്ളാനെ പൊട്ടിച്ചിട്ട് കഷ്ണം കൊടുത്തു. അപ്പോൾ ബാക്കി കഷ്ണം ഞാടെ പേച്ചടക്കല. എന്താ ചെയ്യ പഠിച്ചോ എനിക്ക് അയച്ചു. റൂഹം മിൻഹു എന്ന് പറഞ്ഞില്ലേ, അത് ഈ മിൻഹു എന്നുള്ളത് സിഫത്തുൽ റൂഹിൻ്റെ സിഫത്താണ്. സാധാരണ ജാറും മജറൂറും സിഫത്താവൂലേ? നിന്റെ കീശയിലുള്ള പൈസ കീശയിലുള്ള എന്നെന്താന്ന് സിഫത്താണ് എന്നതുപോലെ. വമിൻ എന്നുള്ളത് ലിബ്തിദാഇൽ ഗായത്ത്, ഗായത്ത് തുടങ്ങാനാണ്, അള്ളാഹിന്റെ വാക്കൽ നിന്ന് അയച്ചു കൊടുത്തത് എന്നർത്ഥം. മജാസൻ, അത് മജാസാണ്. മജാസൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇബ്തിദാവ് പറയാനുണ്ടാവില്ല. ഇബ്തിദാവ് ഇന്തിഹാവ് അള്ളാഹിനെ കൊള്ള ചേർത്താൽ ഇല്ലല്ലോ. ലാ തബഈലിയ, തബഈലിയാക്കാൻ പാടില്ല. തബഈലിയാക്കുമ്പോൾ അള്ളാഹിനെ മുറിച്ചിട്ട് ഒരു കണ്ടെന്താക്കി ഇട്ട് കൊടുത്ത് അർത്ഥം കിട്ടില്ല. ആ പത്തലിന് ഒരു കണ്ടം പാത്ത് പറഞ്ഞാൽ പത്തല് മുറിച്ചിട്ട് കൊടുക്കില്ല. കമാ സഅമത്തിൻ നസാറ, നസാറാക്കൾ അങ്ങനെയാണ് വാദിച്ചത്. അപ്പം കമാ എന്തിലാണ് കടന്നത്? മംഫീലാണ്. മംഫീലി ലാ എന്നുള്ളത് നഫി, ലാ കൊണ്ട് നിഷേധിച്ചത് ഏതാണ്? തബഈലിയാണ് എന്നുള്ളത്. അതാണ് ആര് വാദിച്ച? നസാറാക്കൾ. അപ്പം കമാ കടന്നത് എന്തിലാന്ന്? മംഫീലി. എന്തുകൊണ്ടാണ്? ലിസ്തിഹാലത്തി തജസ്സി അലല്ലാഹി തആല, അല്ലാഹു തആലാന്റെ മേലില് ദോഹരി വെക്കലും മുറിക്കലും കഷ്ണം കഴിക്കലൊന്നും മഹാലാണ്. അങ്ങനെ കുറച്ച് പറയുന്ന ആളുണ്ട്. ഇവിടെ ആരല്ലോ ബിരുവകനാ മിന്നൂനെ വരത്തിട്ട് അള്ളാഹിന്റെ മാദ്ദ വരുത്തല് എന്താന്ന്? പത്തലുണ്ടാക്കിയതിന് അരിപ്പൊടി ഉണ്ടല്ലേ, അല്ലേ? അരിപ്പൊടി ഉണ്ടല്ലേ, അങ്ങനെ പലതുണ്ടാകുന്ന. അപ്പം അള്ളാഹിന്റെ മാദ്ദ എന്താണ്? അതല്ലേ തനിച്ച ഇല്ലാതെ അങ്ങനത്തെ ഒരു കാലഘട്ടം വരും എന്ന് പറഞ്ഞില്ലേ? അന്നഹു കാനലി ഹാറൂൻ റഷീദിനുണ്ടായിരുന്ന ഒരു തബീബ് നസ്രാനിയും, നസ്രാനിയായ ഡോക്ടർ. വകാന ഗുലാമൻ ഹസനുൽ വജ്ഹി ജിദ്ദൻ, നല്ല ഒരു സുന്ദരനായ ആളാണ്. വകാന കാമിലൽ അദബ്, നല്ല അടക്കവും ഒടുക്കവും എല്ലാം നല്ല ഗുരുത്തുള്ള ആളാണ്. ജാമിഅൻ ലിൽ ഖിസാലില്ലത്തി യുതവസ്സലു ബിഹാ ഇലൽ മുലൂക്ക്, രാജാക്കന്മാരെ കൊള്ള സമീപിക്കാൻ വേണ്ടി എന്തെല്ലാം ഹിസാല് പോകണം അതെല്ലാം ആളിലുണ്ട്. രാജാക്കന്മാരെ സമീപിക്കാനുള്ള എല്ലാം ഉണ്ട്. വക്കാന റഷീദ് മൂലിയമ്പൻ മുസ്ലിമ, അദ്ദേഹം ഒരു മുസ്ലിമായി കിട്ടണമെന്ന് വലിയ താല്പര്യം എന്നായിരിക്കും ഹാറൂൻ റഷീദിന്. വഹുവ യംതനി, പക്ഷെ അയാൾ സമ്മതിക്കുന്നില്ല.
വക്കാന റഷീദ് എന്താക്കി യുമന്നീഹിൽ അമാനിയ ഇൻ അസ്ലമ, മുസ്ലിമായ എനിക്ക് പല സ്ഥാനമാനങ്ങളൊക്കെ തരാം എന്ന് പറഞ്ഞിട്ട് മൂപ്പർ എന്താക്കും, ആഗ്രഹിപ്പിക്കും. എന്നാലും കൂട്ടക്കൂല. ഫഖാല ലഹു ദാത യൗമിൻ മാലക ലാ തുഅ്മിനു, ഒരു ദിവസം ചോദിച്ച് നീക്കെന്താ നീ എന്താ വിശ്വസിക്കാത്തത്? ഖാല ഇന്ന ഫീ കിതാബിക്കും ഹുജ്ജത്തുൻ അലയ്യ മിൻ അൻ അൻതഹിലഹു എന്ന് പറഞ്ഞു. നിങ്ങളെ കിതാബിലുണ്ട് ഒരു ഹുജ്ജത്ത്, എന്താണ് അത് എനിക്ക് എന്താ അത് സ്വീകരിക്കലേ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഖാല വമാഹിയ, അതെന്താണ്? ഖാല, അയാൾ പറഞ്ഞു ഖൗലുഹു തആല വകലിമതുഹു അൽഖാഹ ഇലാ മർയമ വറൂഹും മിൻഹു എന്നതാണ്. യാനി ബിഹാദ, ഇതുകൊണ്ട് അയാൾ മനസ്സിലാക്കിയ എന്താ, അന്ന ഈസാ അലൈഹി ജുസ്ഉം മിൻഹു എന്നാണ് മനസ്സിലാക്കിയത്. കള്ളത്തരീക്കത്താണ് മനസ്സിലാക്കിയ പോലെ മിന്നൂന് അർത്ഥം കൊടുത്തു. ഫളാക ഖൽബുർ റഷീദ്, ഹാറൂൻ റഷീദിന്റെ കൽബ് വല്ലാണ്ട് കുടുങ്ങി മറുപടി പറയാൻ. വജമഅൽ ഉലമാ, ഉലമായിനെ ഒരുമിച്ച് കൂട്ടി. ഫലം യകും ഫീഹിം മൻ യുസീലു ശുബ്ഹതഹു, ആ ശുബ്ഹത്ത് നീക്കാൻ പറ്റുന്ന ആരും കിട്ടിയില്ല. ഹത്താ ഖീല ഖദ് വഫദ ഹജ്ജാജ് മിൻ ഖുറാസാന, അങ്ങനെ ഖുറാസാനിൽ നിന്ന് ഒരു ഹജ്ജ് സംഘക്കാർ അവിടെ വന്നെത്തി. വഫീഹിം റജുലു യുഖാലു ലഹു അലി ഇബ്നു ഹുസൈൻ ഇബ്നു വാഖിദ് എന്ന് പറയുന്ന, ഇത് അലിയാർ തങ്ങല്ലേ, അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു വാഖിദ് മിൻ അഹ്ലി മർവ് എന്ന സ്ഥലത്താണ്. വഹുവ ഇമാമും ഫി ഇൽമിൽ ഖുർആൻ, ഉലൂമുൽ ഖുർആനിൽ വലിയ ഇമാമാണ് ആര്, ഈ അലി ഇബ്നുൽ ഹുസൈൻ. ഫദഅഹു, അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഫജമഅ ബൈനഹു വബൈനൽ ഗുലാം, ഈ കുട്ടിയോട് സംസാരിക്കാൻ വേണ്ടി എന്താക്കി, അവസരം ഉണ്ടാക്കി കൊടുത്തു. ഫസഅലഹുൽ ഗുലാമു അൻ ദാലിക, ഗുലാം എന്താക്കി ചോദിച്ചു. ഫസ്തഅജിമ അലൈഹിൽ ജവാബ് ഫിൽ വഖ്തി, പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അത് തോറ്റുന്നല്ല അതിൻ്റെ അർത്ഥം. വഖാല ഖദ് അലിമല്ലാഹു യാ അമീറൽ മുഅ്മിനീൻ അന്ന ഹാദൽ ഖബീസ യസ്അലുനി ഫീ മജ്ലിസിക ഹാദാ. മൂപ്പർ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു അമീറുൽ മുഅ്മിനീനെ അരി റഷീദ്, ഈ ഖബീസ് ആരാന്ന്, ഈ അള്ളാഹെന്ന് പറഞ്ഞത്, ഈ ചോദ്യം നിങ്ങളെ മജ്ലിസിൽ ചോദിക്കുന്നു. വഇന്നഹു ലം യഖ്ലു കിതാബൻ അൻ ജവാബിഹി, അള്ളാഹുവിൻ്റെ കിതാബ് മറുപടിയെ തൊട്ട് ഖാലിയാകുകയേ ചെയ്യില്ല, എവിടെയോ മറുപടി ഉണ്ട് കണ്ടാ. പക്ഷേ വഇന്നഹു ലൈസ യഹ്ളുറുനിൽ ആന, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല, മറുപടി ഇല്ല എന്നല്ല, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. വലില്ലാഹി അലയ്യ അല്ലാ തുഅമ വലാ അശ്റബ ഹത്താ ഉഅദ്ദിയല്ലദീ യജിബു മിനൽ ഹഖ്. ഒരു ചോദ്യം വന്നപ്പോൾ ഈ ശുബഹ തീർത്തു കൊടുക്കൽ ഇദ്ദേഹത്തിൻ്റെ കടമയാണല്ലോ, ആ കടമ വീട്ടുന്നത് വരെ ഞാൻ തിന്നുകയും കുടിക്കുകയും ഒന്നും ചെയ്യില്ല, അത് വീട്ടിയ നിശേഷം ഒരുങ്ങുള്ളൂ. വദഖല ബൈതൻ മുളലിമൻ, ഇരുട്ടുള്ള ഒരു റൂമിൽ കയറിട്ട് വഗലക അലൈഹി ബാബഹു, വാതിലടിച്ചു. വന്തഫഅ ഫീ ഖിറാഅത്തിൽ ഖുർആൻ ഓതാൻ തുടങ്ങി, അടിച്ചോത് തന്നെ. ഹത്താ ബലഗ മിൻ സൂറത്തിൽ ജാസിയിലേക്ക് എത്തി. വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ജമീഅൻ മിൻഹു, അതവിടെ മിൻഹു വന്നിട്ട്. അപ്പം ഈ മിൻഹുവിൻ്റെ അർത്ഥം ഈസാ നബി കഷ്ടമാണെന്ന് പറയുന്നത് ആകാശഭൂമിയിൽ അള്ളാഹു വഴി വെച്ച് കഷ്ടമുണ്ടേന്ന്. ഫസാഹബി അല സൗത്തിഹി, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇഫ്തഹുൽ ബാബ്, വാതിൽ തുറക്ക്. ഫഖദ് വജത്തുൽ ജവാബ്, എനിക്ക് മറുപടി കിട്ടിയിട്ടുണ്ട് എന്ന്. എന്തിനാ അപ്പം മിന്നുവിൻ്റെ മിന്നാന്ന് പറഞ്ഞില്ലേ, എന്താ ഇമാമിനെ ഓതിക്കൊടുക്കൽ തെറ്റ് തീർത്തൽ എന്ന കഷ്ടത്തോടുകൂടി പറഞ്ഞോടാം. ഇന്ന് ക്ലാസ്സിൽ പോയിട്ട് എനിക്കൊരു മസാല കിട്ടി, ഇമാമെ തെറ്റിയാൽ തിരുത്താൻ പാടില്ല എന്ന് ഇപ്പോൾ ഉസ്താദിൻ്റെ മക്കൾ ഇന്നൊരു മസാല കിട്ടിയിരുന്നു. അങ്ങനെ പറഞ്ഞ തിരുത്തുമ്പോൾ കസ്തില്ലേ, ആകെ എന്താ ഉണ്ടായാല്, ഒന്നെങ്കിൽ ഖിറാഅത്ത് മഖ്സൂദാക്കും, അല്ലെങ്കിൽ തിരുത്തൽ മഖ്സൂദാക്കും, അല്ലെങ്കിൽ ഒന്നും കഴിയില്ല. വല്ല രണ്ടും കൂടി മിക്സാക്കുകയും ചെയ്യാം അല്ലേ. തിലാവത്ത് മാത്രം കരുതിയാൽ പറ്റുമെന്നും തിരുത്തൽ കരുതെങ്കിൽ ബാത്തിലാകും. അത് എല്ലാം പറഞ്ഞതന്നെയല്ലേ വ്യക്തമായിട്ട്. മുത്തലക്കാക്കിയാലും പറ്റൂല, മറ്റേത് ബാത്തിലാകും. കാരണം സാഹചര്യം അതായിപ്പോയി.
അല്ലെങ്കിൽ അയാൾക്ക് ഓതേണ്ട ഒരു ആവശ്യമോ ഒരു മുക്തത ഇല്ലല്ലോ. അപ്പൊ തിരുത്താൻ തന്നെ എന്നുള്ളത് അവിടെ ലാസ്യം പറ്റി വരും. മുഷ്തറക്കാക്കിയാവും പറ്റൂല. ഒറ്റൊന്ന്. ഫഫതഹു വാതിൽ തുറന്നു. വദഅൽ ഗുലാം ഗുലാമിനെ വിളിച്ചിട്ട് ഫഖറഅ അലൈഹിൽ ആയത ബൈന റസീദ് ഹാറൂൻ റഷീദിനെ മുമ്പിൽ വെച്ചിട്ട് ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു. വഖാല ഇൻ കാന ഖൗലുഹു വറൂഹും മിൻഹു എന്നതിലാണല്ലോ ഇവരുടെ അത് യൂജിബു അൻ യകൂന ഈസ ബഅദൻ മിൻഹു ഈസ അലൈഹിസ്സലാം ബഅദാകുമെങ്കിൽ വജബ അൻ യകൂന മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി ബഅദൻ മിൻഹു ആകാശമോ ആകാശത്തിലുള്ളതും സകലതും ബഅദൻ മിൻഹു. അപ്പോൾ ഈസാ നബിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നസ്രാനിയു നസ്രാനിക്ക് എന്താക്കിയാൽ ചോദ്യം മതിയാക്കിയിട്ട് വഅസ്സലാമ ഇസ്ലാമിലേക്ക് വന്നു. വഫരിഹ റഷീദ് ഫറഹൻ ഷദീദ ഹാറൂൻ റഷീദിൻ്റെ സന്തോഷം പറയണോ. വസല അലിയ ബിനുൽ ഹുസൈനുൽ വാഖദി ഉണ്ടല്ലോ, മൂപ്പറ ബിസിലത്തിൻ ജയിലത്തിൻ ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുത്തു തീർത്തു. ഫലമ്മ ആദ അലിയ ബിനുൽ ഹുസൈൻ ഇലാ മർവ് മർവിലേക്ക് മടങ്ങിപ്പോയി അലി ബിനുൽ ഹുസൈൻ. വസന്നഫ കിതാബൻ സമ്മാഹുൽ കിതാബുൻ നളായിർ ഫിൽ ഖുർആൻ ഖുർആനിലെ നളായിർ എന്ന് പറഞ്ഞിട്ടൊരു കിതാബ് ഉണ്ടാക്കി. അതാ നളായിർ വറൂഹും മിൻഹു ജമീഅൻ മിൻഹു തുല്യമായ മിൻഹു രണ്ടിനുണ്ടല്ലോ. അങ്ങനെ എവിടെ ആടെ ബാബിൻ്റെ ആവശ്യമില്ലല്ലോ, ആദാൻ്റെ ജവാബല്ലത്. അല്ലെങ്കിൽ ഷർത്തിൻ്റെ മുള്ള അത്തഫാവില്ലേ, ഷർത്തിൻ്റെ മുള്ള അത്തഫാവും ജവാബ് കിട്ടൂല. അവിടെ ബാബ് കണ്ട വഹുവ കിതാബുല്ല യുവാസിഹി കിതാബുൻ ഒരു തുല്യതയില്ലാത്ത കിതാബാണ് മുസന്നഫായ കിതാബ്. ഖീല മഅന കൗനിഹി റൂഹൻ റൂഹ് ആകുന്ന റൂഹ് തന്നെ അകല അന്നഹു റൂ റൂഹിൻ എന്നർത്ഥം. റൂഹ് ഉടയോറ് ഇങ്ങനത്തെ റൂഹ് സാദിരി മിന്നു താല അള്ളാഹിൻ്റെ പക്കൽ നിന്ന് നേരെ, അതായത് വാസിത്തയില്ലാതെ. മറ്റുള്ളതിന് പിതാവിൻ്റെയും മാതാവിൻ്റെയും മുസ്തഖറും മുസ്തൗദഉം വാസിത്തയാക്കിയിട്ട് റൂഹ് ഉദാനുള്ള പക്വത എത്തിയിട്ടാണ് എന്താക്കല്, ഭാരണം ചെയ്തതിന് ശേഷമാണ് എന്താക്കി മീറ്റർ ഫിറ്റ് ചെയ്യില്ലേ, കണക്ഷൻ കൊടുക്കല്. ഇല്ലാ അന്നഹു തആല പക്ഷേ അല്ലാഹു തആല അളാഫ റൂഹഹു ഇലാ നഫ്സിഹി ഈസാ അലൈഹിസ്സലാമിൻ്റെ റൂഹിനെ അള്ളയിലേക്ക് ഇലാഫത്താക്കിയത് തശ്രീഫൻ ബൈത്തുല്ലാഹി എന്നെല്ലാം പറയും പോലെ അല്ല. വഖീല അൽ മുറാദു മിർ റൂഹി റൂഹ് കൊണ്ടുള്ള ഉദ്ദേശം ഹുവല്ലദീ നഫഖ ജിബ്രീലു ജിബ്രീൽ അലൈഹിസ്സലാം ഊതിയ ഊത്തുണ്ടല്ലോ. അതുകൊണ്ട് റൂഹ് എന്നുള്ളത് ഖുർആൻ 7 മഅനാക്ക് വന്നിട്ടുണ്ടെന്നാണ്, 7 അർത്ഥത്തിന്. ഫീ ദിർഇൻ കുപ്പായമാറിൽ കൂടിയിട്ട് ഫദഖലത് തിൽക നഫഖതു ബത്നഹ ആ നഫഖത്ത് എവിടത്തേക്ക് എത്തി, മറിയം ബീബിയുടെ ബത്തനിലേക്ക് എത്തി. ഫഹമലത്ത് ബിഇദ്നില്ലാഹി തആല മിൻ ദാലിക നഫഖി ആ നഫഖ് കൊണ്ട് മൂപ്പര് ബീബി എന്താക്കി, ഗർഭം ചുമന്ന്. അപ്പോൾ സുമ്മിയ നഫ്ഖു റൂഹൻ, അപ്പോൾ ആ നഫ്ഖിനാണ് റൂഹ് എന്ന് പറഞ്ഞത്. എന്തിനാ ലിയന്നഹു കാന റഹിയം മിനർ റൂഹ് റൗഹ് റൂഹ് ഉടേത് അത് മിനർ റൗഹിൽ നിന്ന് പിടിച്ചത്. വഅളാഫ തആല നഫ്ഖത ജിബ്രീൽ അലൈഹിസ്സലാം ഇതൊന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനല്ലേ നഫ്ഖ്, അത് വനഫഖ്നാ ഫീ ഊതി എന്ന് പറഞ്ഞില്ലേ, അതും ചേർക്കുന്നു. അത് ഹൈസു ഖാല വറൂഹും മിൻഹു ബിനാൻ അലാ അന്ന ദാലിക നഫ്ഖൽ വാഖിഅ മിൻ ജിബ്രീൽ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പക്കൽ നിന്ന് സംഭവിച്ച ഊത്ത് കാന ബിഇദ്നില്ലാഹി തആല വഅംദിഹി അല്ലാഹുവിൻ്റെ ഇതിന് പ്രകാരവും കൽപ്പന പ്രകാരവുമാണ്. അതുകൊണ്ട് ഫഹുവ മിൻഹു എന്ന് പറഞ്ഞത്. അതിന് ഓർഡർ കൊടുത്തതല്ല. ഇല്ല, അതെ പക്ഷെ അവിടെ വാസിത്ത മിൻഹൈരി വലാ നുത്ഫത്തി എന്നല്ല വാസിത്ത വെച്ചിട്ടുള്ളൂ. അന്ന് തന്നെ വന്നിട്ടില്ല. അതന്നെ അതന്നെ
അതന്നെ. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം, വിശ്വസിച്ചു കൊള്ളണം ബില്ലാഹി, അള്ളാഹിനെ കൊണ്ട്. അത് ഖുസ്സൂഹു ബിൽ ഉലൂഹിയ്യത്തി. അവിടെ എന്താ ആമിനുവിൻ്റെ അർത്ഥം? ഉലൂഹിയ്യത്ത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഖാസാക്കുക. വറുസുലിഹി, മുഴുവൻ മുർസലീങ്ങളെ കൊണ്ടും, അജ്മഈൻ. അപ്പം വലാ തുഖ്രിജു ബഅദഹും അൻ സിൽകിഹിം, മുർസലീങ്ങളെ പട്ടികയിൽ നിന്ന് ആരെയും നിങ്ങൾ പുറത്താക്കാൻ പാടില്ല. മുർസലീങ്ങളെ പട്ടികയിൽ നിന്ന് ആരും പുറന്തള്ളാൻ പാടില്ല, ഇല്ലാത്ത ആളെ ചേർക്കാനും പാടില്ല. അതെങ്ങനെ ചേർത്തു? പട്ടിക ബി വസ്ഫിഹി ചില ഈ മുർസലിനെ ഇലാഹാക്കുക. അപ്പൊ ഇലാഹൻ സ്റ്റേജ് മാറ്റിയല്ലോ. ഇവിടെ ഏതാണ്? ഈസ അലൈഹിസ്സലാം മിർ റുസുലിഹി, അള്ളാഹുവിൻ്റെ മുർസലീങ്ങളിൽ നിന്ന് ഇവരെന്താക്കി? അല്ല, ഈസ അലൈഹി മുർസലീങ്ങളിൽ നിന്ന് ഇവർ പുറത്താക്കിയില്ലേ? വലാ തജ്അലുഹു ഇലാഹൻ, അങ്ങനെ ഇലാഹാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പട്ടികയിൽ നിന്ന് പുറത്താക്കാനും പാടില്ല. ബഷറും മിസ്ലുക്കും എന്ന് പറഞ്ഞാൽ പട്ടികയിൽ നിന്ന് പുറത്തായി. പിന്നെ അവർക്ക് റുസലിന് വരണം. വലാ തഖൂലു, ഇനി മറ്റൊന്ന്, വലാ തഖൂലു സലാസ, ഇലാഹികൾ മൂന്നെണ്ണമുണ്ട് എന്ന് പറയാൻ പാടില്ല. അൽ ആലിഹത്തു സലാസ, വലാ തഖൂലുവിൻ്റെ മഖൂലാണ് സലാസ. അപ്പം അതിൻ്റെ മുമ്പത്തത് അവിടെ കളയപ്പെട്ടു. ആലിഹത്തുകൾ മൂന്നാണെന്ന് പറയാൻ പാടില്ല. പിന്നെ ഏതെല്ലാം? അള്ളാഹു വൽ മസീഹു മറിയം, മൂന്നാളും കൂടിച്ച്. അല്ലെങ്കിലോ അത് ഒരു മദ്ഹബ് വന്നു. അവില്ലാഹു എന്താ മറിയമു അവില്ലാഹു സലാസത്തു അഖാനി. അവർ എന്താണ് ഉക്കുനോം എന്നതിനെ പറ്റി പറയല്. എന്താ ഉക്കുനോമുൽ അബ്, അബിൻ്റെ സ്ഥാനത്ത് ഇബ്രാഹിം കണക്കാക്കുന്ന അല്ലാഹനാണ്. പിന്നെ ഉക്കുനോമുൽ ഇബിനാര് ഈസാ അലൈഹിസ്സലാം, ഉക്കുനോമു റൂഹുൽ ഖുദ്സ്. മൂന്നും കൂടെ കൂട്ടിയിട്ടാണോ ഇലാഹ്. ഇൻതഹു, ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. അനി തസ്ലീസ് ഖൈറൻ ലക്കും, അതാണ് നിങ്ങൾക്ക് ഖൈർ. എന്നുവെച്ചാലോ ഇൻതിഹാൻ ഖൈറൻ ലക്കും, നിങ്ങൾക്ക് ഗുണകരമായ അവസാനിപ്പിക്കലാണ്. വീണ്ടും തഹ്കീദ്, ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാഹാണ്, വാഹിദുമാണ്. അത് അതിൽ ഹസ്റാക്കി. ഇതിൽ അള്ളാഹുവിനെ ഇലാഹും വാഹിദിൽ ഹസ്റാക്കി. ഇന്ന വിട്ടാൽ എന്താക്കും? അത് തൊട്ടടുത്തുള്ള അള്ളാഹുവിനെ എന്താക്കും? ഇലാഹും വാഹിദിൽ ഹസ്റാക്കലേ. ഐ വാഹിദുൻ ബിദ്ദാത്ത് മുനസ്സഹുൻ അനി തഅദ്ദുദ് മുൻഫരിദുൻ ഫീ ആലിഹിയ്യതിഹി. ദാത്ത് കൊണ്ട് വാഹിദാണ്, തഅദ്ദുദിനെ തൊട്ട് പരിശുദ്ധനാണ്, ഒന്നിലധികം ഉണ്ടാവലല്ലേ. പിന്നെ ഇലാഹ എന്ന വിഷയത്തിൽ മുൻഫരിദുമാണ്. സുബ്ഹാനഹു ഹുവ വാഹിദുൻ ഫർദുൻ വിത്ർ എന്ന് പറഞ്ഞില്ലേ. മുനസ്സഹുൻ അമ്മാ അലാ ബാലിൻ ഖതർ. കളിയാർ പറഞ്ഞത് സുബ്ഹാനഹു അൻ യകൂന ലഹു വലദ്, അല്ലാഹു തആലക്ക് ഒരു വലത് ഉണ്ടാവലിനെ തൊട്ട് അല്ലാഹു പരിശുദ്ധനാകുന്നു. അവിടെയാണ് വഖഫ് ലാസിം നിർബന്ധമായിട്ട് വരിക. അതുകൊണ്ട് ലഹു മാ ഫിസ് സമാവാതി, അള്ളാഹുവിൻ്റെ തൻസീഹിൻ്റെ ബാക്കിയാണ്. ഇതിലാണ്ട് വലതിന് സിഫത്തല്ല. ആകാശഭൂമിയുടെ അധികാരമുള്ളൊരു വലതുണ്ടാകൽ അല്ലാഹു തആലാക്ക് മഹല എന്നല്ല അർത്ഥം. പിന്നെ ഐ യുസബ്ബിഹുഹു തസ്ബീഹൻ മിൻ അൻ യകൂന ലഹു വലദ. എന്താ സുബ്ഹാന എന്ന് പറഞ്ഞതിൻ്റെ ഇറാബ് പറഞ്ഞതാണ്. സുബ്ഹാന എന്നുള്ളത് ഇപ്പം മഫ്ഊൽ സ്ഥാനത്താണ്. സുബ്ഹാന അതിനാണ് എന്താക്കിയത്? ഉസബ്ബിഹുഹു തസ്ബീഹൻ എന്ന് കൂട്ടിക്കൊടുത്തത്. ഫഇന്ന തവാലുദ ഇന്നമാ ഹുവ ലിഹിഫ്ളിൻ നൗഅ മിനൽ ഇൻഖിറാദ്. ഈ ഭാര്യയും മക്കളും പ്രസവത്തിൽ ഉണ്ടാകുന്നതിനാ? അതിൻ്റെ അസല് ബാക്കിയാക്കാനാണ്. അല്ലെങ്കിൽ അവിടെ അതോടുകൂടി അവസാനിച്ചില്ലേ? ആ പരമ്പര അവസാനിക്കുമല്ലോ. അങ്ങനെ അല്ലാഹു തആലയുടെ അവസാനിക്കില്ലല്ലോ. അപ്പം ഫമൻ കാന നശ്അതുഹു വതകവ്വുലുഹു ലിൽ ബഖാ, ഒരുത്തന് ബഖായിന് വേണ്ടി തന്നെ ഉള്ളവനാണ്. എന്നാൽ ഇദൻ ലം യകുൽ ലഹു വലദുൻ, അവന് ഒരു മക്കളുണ്ടാവില്ല. എന്താണ് വലദുൻ? അല്ലാ യത്തഖിദ അല്ലാഹു തആല വലദൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുണ്ട്? വാഹിദാണ്. അല്ല, വലതുണ്ടാകാനെ തൊട്ട് പരിശുദ്ധനാണ്.
പിന്നെ വഹുവ അസലിയുൻ മുനസ്സഹുൻ അനിൽ അംസാലി വൽ അഷ്ബാഹ്. അഷ്ബാഹ് എന്നാണ് ജാഗ് വേണ്ട, നമ്മൾ അംസാല് തുല്യമൻ, അഷ്ബാഹ് ഏകദേശം ഒന്ന് തന്നെ. അതിനെ തൊട്ട് അല്ലാഹു തആല പരിശുദ്ധനാണ്. അപ്പം എന്നെന്നും ബാക്കിയാകുന്ന ഒരാൾക്ക് സന്താനോത്പാദനത്തിൽ കൂടി നിലനിർത്തേണ്ട ആവശ്യമില്ല. ഇനി പുതിയ തുടക്കാന്നിത് ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ഐ ലഹു, അല്ലാഹു തആലാന്റെ അധികാരത്തിലുള്ളതാണ് മാ ഫീഹിമാ മിനൽ മൗജൂദാത്ത്, എന്തൊക്കെ മൗജൂദാത്തുണ്ടോ അത് മുഴുവനും. അത് ഖൽഖൻ സൃഷ്ടിക്കലാലും വമുൽക്കൻ അധികാരത്തിനാലും തസറുഫൻ അതെല്ലാം ഞാൻ പറയുന്നത്. ലാ യഖ്റുജു മിൻ മലകൂതിഹി ഷൈഉൻ മിനൽ അശ്യാ, അള്ളാഹുവിൻ്റെ മലക്കൂത്തിൽ നിന്ന് ഒന്നും പുറത്തു പോകില്ല. അപ്പം അല്ലത്തി മിൻ ജുംലത്തിഹാ ഈസ, ആ അഷിയായിൽപ്പെട്ട് തന്നെയാണല്ലോ ഈസ അലൈഹിസ്സലാമു. ഫകൈഫ യുതവഹമു കൗനുഹു വലദൻ ലഹു തആല, അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു വലതാണ് എന്ന് ഊഹിക്കൽ എങ്ങനെയാണ്? ഖാല ഇബ്നു ശൈഖ് ഫി ഹവാശിഹി, ഇബ്നു ശൈഖ് ആരാന്ന് മനസ്സിലായിട്ടില്ല. അവർ ഹാശിയിൽ പറഞ്ഞു ഇന്നഹു തആല ഫീ കുല്ലി മൗളിഇൻ നസ്സഹ നഫ്സഹു അനിൽ വലദി, അള്ളാഹുവിൻ്റെ നഫ്സിനെ എന്താക്കിയിട്ടുണ്ട്? കുറേ സ്ഥലത്ത് പല സ്ഥലങ്ങളിലും വലതില്ല വലതില്ല എന്നുണ്ടാക്കി പറഞ്ഞിട്ടുണ്ട്, തൻസീഹാക്കി. ذكر എന്നിട്ടോ അന്ന ജമീഅ മാ ഫിസ് സമാവാതി വൽ അർളി മുഖ്തസ്സുൻ ബിഹി ഖൽഖൻ വ മുൽക്കൻ, എന്നാൽ അവിടെ എന്താക്കുക? ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സാധനം ഖൽഖാലും മിൽക്കാലും അള്ളാഹ്ക്ക് മുഖ്തസ്സാൻ തന്നെ അപ്പുറം പറയുകയും ചെയ്യും. അതെന്തിനാണ്? ലിൽഇശാറത്തി ഇലാ അന്ന മാ സഅമഹുൽ മുബ്തിലൂന, ബാത്തിലിൻ്റെ അഹ്ലുകാർ വാദിച്ച ഒന്ന് എന്താണ്? അന്നഹു ഇബ്നുല്ലാഹ് വ സാഹിബത്തുഹു, ഇവർ വാദിച്ചില്ലേ അള്ളാഹിൻ്റെ മോന് അന്നഹു ഇബ്നുല്ലാഹ്, മറ്റൊന്നോ മറിയം ബീബി സാഹിബത്താണ് എന്നൊക്കെ പറഞ്ഞത് മംലൂക്കും മഖ്ലൂക്കും ലഹു തആല, അള്ളാഹിൻ്റെ മഖ്ലൂക്കും മംലൂക്കും തന്നെയാണ്. എന്തുകൊണ്ട്? ലികൗനിഹി മിൻ ജുംലത്തി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുള്ള സകലതും അള്ളാഹിനെ മിൽക്കിപ്പെട്ടത് എന്ന് പറയുമ്പോൾ അതിൽപ്പെട്ടല്ലോ. ഫലാ തുതസവ്വറുൽ മുജാനസതു വൽ മുമാസലതു ബൈനൽ ഖാലിഖി വൽ മഖ്ലൂഖ്, ഖാലിഖിൻ്റെയും മഖ്ലൂക്കിൻ്റെയും ഇടയിൽ തുല്യതയോ അല്ലെങ്കിൽ ജനിസിലൊക്കലോ ഒന്നും ഇവിടെ തസവ്വുറല്ല. വൽ മാലിക് വൽ മംലൂക്ക്, അതുപോലെ മാലിക്കിൻ്റെയും മംലൂക്കിൻ്റെ ഇടയിൽ, ഒന്ന് ഖാലിഖിൻ്റെയും മഖ്ലൂക്കിൻ്റെ ഇടയിൽ. അത് എന്തുകൊണ്ട്? ഖൽഖൻ എന്ന് പറഞ്ഞില്ലേ, മിൽക്ക് എന്ന് പറഞ്ഞില്ലേ, അത് മാലിക്കിൻ്റെയും മംലൂക്കിൻ്റെ ഇടയിൽ. فكيف يعقل عن هذا توهم كونه ولدا له وزوجة, അങ്ങനെയായിരിക്കുമ്പോൾ വലതാവലും സൗജത്താവലും എങ്ങനെയാണ് നമുക്ക് മനസ്സിൽ കോലപ്പെടുന്നത്? അത് വർഷം അടുത്ത് പറഞ്ഞു വകഫാ ബില്ലാഹി വക്കീലാ, വക്കീലായിട്ട് അല്ലാഹു തആല മതിയായവനാണ്. യകിലു കുല്ലൽ ഖൽഖി ഉമൂറഹും ഇലൈഹി, മുഴുവൻ പടപ്പുകളും അവരവരുടെ കാര്യങ്ങൾ അള്ളാഹിലേക്കാണ് ഏൽപ്പിക്കുന്നത്. വഹുവ ഗനിയ്യുൻ അനിൽ ആലമീൻ, അല്ലാഹു തആലയാണെങ്കിൽ ആലമീനെ തൊട്ട് ഗനിയുമാണ്. ഫഅന്നാ യതസവ്വറു ഫീ ഹഖ്ഖിഹി ഇത്തിഖാദുൽ വലദി, എന്തിനാണ് വലദിനുണ്ടാക്കുന്നത് അല്ലാഹു തആലക്ക്? അല്ലദി ഹുവ ശഅനുൽ അജസത്തിൽ മുഹ്താജീൻ, മറ്റൊന്നിലേക്ക് ആവശ്യമുള്ള ആജിസീങ്ങളെ ശകലാണ് എന്തെന്ന് ഒരു വലദിനുണ്ടാക്കുന്നുണ്ടെന്ന്, പനിയായൊരാൾക്ക് വേണ്ട. അതാ കുല്ലു ഷൈഇൻ ദാതുഹു ലി ഷാഹിദുൻ ഇന്നമല്ലാഹു ഇലാഹും വാഹിദു. കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും, എന്നിട്ടോ എല്ലാ വസ്തുക്കളും എന്ന് പറഞ്ഞതിൽ നിന്ന് മുബ്തദ എടുക്കുന്നു. ദാതുഹു, അതിൻ്റെ ദാത്ത്, ഷാഹിദുല്ലി, എനിക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. എന്താ സാക്ഷ്യം? ഇന്നമല്ലാഹു ഇലാഹും വാഹിദുൻ, അല്ലാഹു തആല വാഹിദായ ഇലാഹ് തന്നെയാണ് എന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. അല്ലാഹുവിൻ്റെ മോനാകലോ ഒന്നും അതിനില്ല. അത് തീർന്നു. ഇനിവർക്ക് പറയുന്ന അബ്ദ് എന്ന് പറയുമ്പോൾ അത് കുറഞ്ഞു പോയിപ്പ, സ്ഥാനം കുറക്കലാണ്. അവിടെ എന്താക്കും? പി എ റഹ്മാൻ. അബ്ദ് എന്ന് പറഞ്ഞാൽ ചേപ്പറ വലിയ തലീക്കെട്ടെല്ലാം കെട്ടി ആനന്ദുണക്ക് തലീക്കെട്ടെല്ലാം കിട്ടുമ്പോൾ ഒരു അബ്ദ് എന്ന് വേണ്ട. അവിടെ എന്താക്കുക? പി എ റഹ്മാൻ. എന്നാ പിന്നെ അബ്ദുള്ളയാണെങ്കിൽ പി എ അല്ല. എന്നിട്ട് അങ്ങനെ
അബുദ് എന്ന് പറയുന്ന നാണക്കേട് പറയുന്നത്. ആ നാണക്കേട് ഇങ്ങക്ക് എന്നിട്ടാണ് ആ സ്വന്തം ഈസാ നബിക്ക് നാണക്കേടില്ലല്ലോ അബുദ് എന്ന് വിളിക്കുന്നത്. അബുദ് എന്ന് പറഞ്ഞാൽ അഭിമാനമായിട്ടല്ലേ പറയുന്നത്. അപ്പോൾ പെറ്റോക്കെ ഇല്ലെങ്കിൽ പോറ്റിയൊക്കെ എന്താ ഇത്ര വലിയ മുട്ട്? മസീഹു ഈസാ അലൈഹിസ്സലാമിന് നാണക്കേടില്ല. ഒരു അഭിമാനത്തിനോ മറ്റും മറ്റുണ്ടാക്കുക എന്ന് പറഞ്ഞ അതിനോടൊരു ഒഴിഞ്ഞു മാറ്റണ്ടല്ല. ഓർക്ക് അബുദ് എന്ന് വിളിച്ചാൽ വലിയ ഇഷ്ടമാണ്. അബ്ദുഹു വ റസൂലുഹു അൻയകൂന അബ്ദൻ ലില്ലാഹി. ആരബുദ്? അള്ളാന്റെ അബുദ്. അബൂദിയത്ത് ആരിലേക്കാണോ അവിടെയാണ്. മിൻ അൻയകൂന അബ്ദൻ ലഹു തആല, അല്ലാഹു തആലാന്റെ അബ്ദാവന്നെ തൊട്ട് മൂപ്പർക്ക് നാണക്കേടില്ല. അതുകൊണ്ട് ഫൈന അബൂദിയത്തഹു ശറഫൻ, അള്ളാഹുവിനെ കൊള്ള ചേർക്കുന്ന അബൂദിയത്ത് ഷറഫാണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ. റിസാലത്ത് പറയുന്നതിന് മുമ്പ് അഷ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു പറഞ്ഞാ റസൂലുഹു പറഞ്ഞു. വഇന്നമൽ മദില്ലത്തു ഫീ ഉബൂദിയ്യത്തി ഗൈരിഹി, അല്ലാഹു അല്ലാത്തവരുടെ ഉബൂദിയത്താകുമ്പോൾ അതാണ് താണ സ്വഭാവം. അബ്ദുലില്ലാഹി അഭിമാനം. റുവിയ അന്ന വഫദ നജ്റാന, നജ്റാനിൻ്റെ സംഘം കാലൂലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലിമ തുഹയ്യിബു സാഹിബന, നമ്മുടെ സാഹിബ് നിങ്ങെന്തിനെ കുറവാക്കി പറയുന്നു. കാല, തങ്ങൾ ചോദിച്ച് മുഹമ്മദ് സാഹിബിക്ക് നിങ്ങൾ പറഞ്ഞ സാഹിബാര്? കാലു ഈസാ അലൈഹി ഇസ്ലാമിന. കാല വയ്യുഷൈൻ നക്കോൽ, ഞാനെന്താ കുറവാക്കി പറഞ്ഞു എന്ന് ചോദിച്ചു. കാലു തക്കോൽ ഇന്നഹു അബ്ദുല്ലാ എന്ന് പറയുന്നുണ്ട് എന്ന്. കാല ഇന്നഹു ലൈസ ബി ആരിൻ, അതൊരു കുറവായ മോശമായതല്ല. അൻയകൂന അബ്ദല്ലാഹി, അള്ളാഹിൻ്റെ അബ്ദാബലി, അതൊരു കുറവുള്ളതല്ല. കാലു ബല, എന്നാ പിന്നെ ആയിക്കോട്ടെ. അവർക്ക് അതിനെപ്പറ്റി മറുപടിയില്ല. ഫനസലത്, അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. ഇനി മലായിക്കത്തിന് നാണക്കേടുണ്ടോ? അതുമില്ല. വലൽ മലായിക്കത്തുൽ മുഖറബൂൻ വലാ യസ്തൻകിഫുൽ മലായിക്കത്തുൽ മുഖറബൂന, മുഖറബീങ്ങളായ മലായിക്കത്തിനും ഇങ്ങനത്തൊരു നാണക്കേടില്ല. അൻയകൂനു അബീദൻ, അള്ളാഹുവിൻ്റെ ഇബാദുകളാവലിനെ തൊട്ട് ഓർക്കും നാണക്കേടില്ല. ഇനി പറയുന്ന അങ്ങനെ നാണക്കേടായ എന്നാ വലിയ സ്ഥാനാന്ന് വെച്ചാൽ പക്ഷെ അല്ലാഹു തആല തള്ളിക്കളയും. വമൻ യസ്തൻകിഫ് അൻ ഇബാദത്തിഹി, അല്ലാഹുവിൻ്റെ ഉബൂദിയത്തിനെ തൊട്ടിട്ട് ആരെങ്കിലും ലജിക്കുകയാണെങ്കിൽ, വയസ്തക്ബിർ, കിബർ കാട്ടുകയും ചെയ്യുകയാണെങ്കിൽ, അതുകൂടെ കൂട്ടണം എന്നാലേ എന്നുള്ളൂ. ഫസയഹ്ശറും അതിൻ്റെപ്പുറം ഇബാദത്തൊരാൾക്ക് ഒഴിഞ്ഞു പോയതുകൊണ്ടില്ല. അബ്ദ് എന്ന് പറയുമ്പോൾ ഒരു മോശപ്പേരാന്നിട്ട് അത്രയും കിബർ കാട്ടിപ്പോയി. അൽ ഇസ്തിക്ബാറു ദൂനൽ എന്താണ് ഇസ്തിൻകാഫ്, ഇസ്തിൻകാഫിൻ്റെയും താഴെയാണ് ഇസ്തിക്ബാർ. വലിദാലിക അത്തഫ അലൈഹി, അതുകൊണ്ടാണ് എന്താക്കിയത് ഈ ഇസ്തിൻകാഫും ഇസ്തിക്ബാറും കൂടി അത്തഫാക്കി. രണ്ടും ഒറ്റ അർത്ഥത്തിനല്ല. ഇത് ഇസ്തിൻകാഫല്ലേ, ഇസ്തൻകഫ. കിബറ് കൊണ്ടാണല്ലോ അതുണ്ടായിത്തീരുന്നത്. ഏത് ലജ്ജിക്കല് നമ്മുടെ നാട്ടിൽ ചേപ്പറയാന്ന് പറയില്ലേ, ഖുർആൻ ഓതിയ ചേപ്പറയാവെന്ന് പറഞ്ഞില്ല നമ്മൾ കെട്ടുകൊടുത്ത് നടന്നേ. ജമ്മൽ ജാമ്യ മഹല്ലിയ മുഖ്തസല്ല ഒന്നാക്ക് കാക്കി സമാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ, അത് നടക്കടല്ലേ, ആള് കേട്ട കുറവല്ലേ. അപ്പോൾ ഇസ്തിക്ബാർ വേറെ, ഇസ്തിൻകാഫ് വേറെ. ഫസയഹ്ശുറുഹും ഇലൈഹി, അള്ളാഹുവിനെ കൊള്ളെ അവരെല്ലാം ഒരുമിച്ച് കൂട്ടും. ജമീഅൻ, എല്ലാവരും ഒരുമിച്ച് കൂട്ടാനുണ്ട്. ആരെ? മുസ്തൻകിഫിനെയും ഒരുമിച്ച് കൂട്ടും, മുസ്തക്ബിറിനെയും ഒരുമിച്ച് കൂട്ടും. മുസ്തക്ബിർ ആയാലാണ് മുസ്തൻകിഫാകല്. വൽ മുഖിർ വൽ മുതീഉ, എല്ലാവരും ഒരുമിച്ച് കൂട്ടും. ഫയുജാസിഹിം, അവർക്ക് പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ രണ്ടര കൽപ്പിലാണ് പറഞ്ഞത്. അന്നെ ഇനി വേറെ തിരിക്കും. എന്താന്ന്? فأما الذين آمنوا وعملوا الصالحات فيوفيهم أجورهم, ഈമാനും അമാലും സാലിഹാത്തും ചെയ്തവർക്ക് അവർക്കുള്ള ഉജൂർ അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കും. വഫ, അവർക്ക് എന്താണോ കൊടുക്കാൻ തീരുമാനിച്ചത് അത് കൊടുക്കും.
ഐ സവാബ അഅ്മാലിഹിം മിൻ ഗൈരി അൻ യൻഖുസ മിൻഹാ ശൈഅൻ നസ്ലാ, അജ്റിൽ നിന്ന് ഒരു വസ്തുവും കുറക്കാത്ത രീതിയിൽ കേട്ടോ. വയസീദുഹും മിൻ ഫളിഹി, അള്ളാഹിൻ്റെ ഫളിനാൽ അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒരു ഹസനത്തിന് എത്ര കൊടുക്കും? 10 ഇരട്ടി കൊടുക്കും. ഐ ബി തദഈഫി അളാഫൻ മുളാഅഫതൻ, അളാഫൻ മുളാഅഫത്താക്കും. ചിലപ്പം 700 പറഞ്ഞിട്ടില്ലേ. وبإعطاء ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനസ്സിൽ വഹിക്കാൻ പോലും കഴിയാത്തതുമായ പലതും കൊടുക്കും. അതൊന്നും ചിലപ്പോൾ അമലിനെ അർഹതപ്പെട്ടായിരിക്കില്ല. അപ്പോൾ ഒരു വിഭാഗം കഴിഞ്ഞ് ഇനി നമുക്ക് ഇവരും ഇസ്തിൻകാഫും കാട്ടി കൊടുക്കാം. അതാ അള്ളാഹുവിൻ്റെ ഉബൂദിയത്തിനെ തൊട്ടിട്ട് ലജ്ജ പ്രകടിപ്പിച്ച ആള് അബദാലത്തല്ലേ, വസ്തക്ബറു, കിബ്ർ കാട്ടുകയും ചെയ്താൽ ഫയുഅദ്ദിബുഹും അദാബൻ അലീമാ, വളരെ വേദനാജനകമായ അദാബ് കൊടുക്കും. എന്താണ്? ബിസബബി ഇസ്തിൻകാഫിഹിം വസ്തിക്ബാരി. അതിന് കാരണം എന്താ? ഇസ്തിൻകാഫുണ്ട്, ഇസ്തിക്ബാറുണ്ട്. വജീഅൻ ലാ യുഹീതു ബിഹിൽ വസ്ഫു, അതിൻ്റെ വസ്ഫ് പറയാൻ നമുക്ക് സാധിക്കില്ല, അത്രമാത്രമായിരിക്കും. അതാ തൻവീൻ്റെ അർത്ഥമാണ്. വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറാ, അള്ളാഹുവിനെ കൂടാതെ, അള്ളാഹു അല്ലാത്ത ഒരു സഹായിയെയോ ഒരു നസീറിനെയോ കിട്ടൂല. വലിയ നസീർ നമുക്കറിയാലോ, വേണ്ടതെല്ലാം കൊടുക്കുന്ന ആൾക്ക് പറയും വലിയെന്ന്. അപകടങ്ങളും അനാവശ്യങ്ങളും വേണ്ടാത്തെല്ലാം തടുക്കുന്നെന്ന് പറയും നസീർ എന്ന് പറയും. നസീർ എന്ന് വെച്ചാൽ അത് വലിയ ഉമൂറഹും വൈദബ്ബിറു മസാലിഹഹും, അവരുടെ മസലഹത്തുകളെ നിയന്ത്രിക്കുകയും കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന വലിയുമില്ല. വലാ നസീറൻ യൻസുറുഹും മിൻ ബഅസിഹി തആല, അവിടെ ജാന്നല്ലേ അവിടെ ബാബ തുറന്ന അതല്ല, യൻസുറു എന്നാ വേണ്ടി നസീറിനെ സിഫത്താക്കിയിട്ട് അള്ളാഹുവിൻ്റെ അദാബിനെ തൊട്ട് അവരെ തടയുന്ന. വൈനജ്ജിഹി മിൻ അദാബിഹി. ഇനി പറഞ്ഞു യാ അയ്യുഹന്നാസു ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബിക്കും, യാ അയ്യുഹന്നാസ് ഖിതാബുൽ ലിഅമ്മത്തിൽ മുകല്ലഫീൻ, എല്ലാ മുകല്ലഫിനും അടച്ചുള്ള വിളിയാണിത്. യാ അയ്യുഹന്നാസു, നിങ്ങൾക്ക് റബ്ബിൻ്റെ വക്കൽ നിന്നുള്ള ബുർഹാൻ വന്നിട്ടുണ്ട്. അപ്പം മിർ റബ്ബിക്കും സിഫത്താണ് എന്തിൻ്റെ? ബുർഹാനിൻ്റെ. അവിടെ എന്താക്കണം? അതിനോട് അഡാപ്റ്റർ കൂട്ടി കൊടുക്കണം. അപ്പം അള്ളാഹുവിൻ്റെ ഒരു നിയമത്തം റബ്ബിൻ്റെ വക്കൽ നിന്നുള്ള ഒരു ബുർഹാൻ വന്നു. രണ്ടാമത്തതോ വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീനാ, എല്ലാ കാര്യങ്ങളെയും വ്യക്തമാക്കി തരുന്ന മുബീനായ നൂറും വന്നിട്ടുണ്ട്. ഏതാ ബുർഹാന്, ഏതാ നൂറ് നോക്കാം. അനാബിൽ ബുർഹാനി അൽ മുഅ്ജിസാത്ത്. ഇവിടെ ബുർഹാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്പിയാക്കളെ പക്കന്നുണ്ടാകുന്ന മുഅ്ജിസാത്താണ്. അതായത് ഇവർ റസൂലാണ് എന്ന് മുഅ്ജിസാത്ത് കൊണ്ട് തിരിയും. വബി നൂറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഖുർആനാണ്. അത് ഖുർആനും മുഅ്ജിസാത്താണ്. നബിതങ്ങൾക്കുള്ള പ്രത്യേക മുഅ്ജിസത്താണ് ഇത് ഖുർആൻ. ഐ ജാഅക്കും ദലായിലുൽ അഖലി വശവാഹിദുൻ നഖലി എന്നായി. അഖലിൻ്റെ ദലീലും വന്നിട്ടുണ്ട്, നഖലിൻ്റെ ദലീലും വന്നിട്ടുണ്ട്. ഈ മുഅ്ജിസാത്ത് കാണുമ്പോൾ അഖല് കൊണ്ട് തിരിയുമല്ലോ, ഇവർക്കെന്തോ പ്രത്യേകത ഉണ്ട്. പിന്നെ ഖുർആനോ നഖലുമായി. അപ്പം അഖലിയും നഖലിയുമായ ബയ്യനത്ത് നിങ്ങൾക്ക് വന്ന് വലം യബ്ഖ ലക്കും ഉദ്റുൻ വലാ ഇല്ലത്തുൻ, ഇനി വിശ്വസിക്കാതിരിക്കാൻ യാതൊരു ഉദ്റും നിങ്ങൾക്കില്ല, കാരണവും ഇവിടെ ഇല്ല. ഇനി വസുമ്മിയൽ ഖുർആൻ നൂറൻ, ഖുർആനിന് നൂറ് എന്നെന്താ പേര് വന്നതെന്നാണ്. അടിസ്ഥാനത്താക്കിയില്ല നൂറിനോട്. അത് അലികൗനിഹി സബബൻ ലിബുഖൂഇ നൂറിൽ ഈമാനി ഫിൽ ഖുലൂബ്, കൽബുകളിൽ ഈമാനിൻ്റെ നൂറ് പതിയാനുള്ള സബബാണ് ഇത് ഖുർആൻ. ഈമാൻ്റെ നൂറ് ആ നൂറിനെ കൊടുക്കുന്നത് കൊണ്ട്. വലിയന്നഹു തതബയ്യനു ബിഹിൽ അഹ്കാം, അഹ്കാമുകളെല്ലാം വെളിവായി അറിയൽ ഈ ഖുർആൻ കൊണ്ടാണ്. ഏതുപോലെ കമാ തതബയ്യനു ബിൻ നൂറിൽ അയ്യാൻ, നൂറ് കൊണ്ട് മറ്റു വസ്തുക്കളൊക്കെ വെളിവായി മനസ്സിലാക്കുന്നില്ലേ അത്. ഇനി ഫഅമ്മല്ലദീന ആമനൂ ബില്ലാഹി, ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചാൽ അവർക്കെന്താണ്? ഹസ്ബമാ യൂജിബുൽ ബുർഹാനുല്ലദീ അതാഹും,
അവർക്ക് വന്നു ചേർന്ന ബുർഹാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതനുസരിച്ചിട്ട്. ബുർഹാൻ കണ്ടാൽ എന്താ ഇവിടെ നുബുവത്ത് മനസ്സിലായി. അതുകൊണ്ട് അവർ മുറുകെ പിടിച്ച് നഫ്സുൽ അമ്മാറത്തിന് ബിംബലിനെ തൊട്ട് അവർ വിലങ്ങി നിന്നു. തസ്മീലാത്തി ശൈത്താനിൻ്റെ ഭാഗത്തും എന്തൊക്കെയോ ഊഹങ്ങളുണ്ടാക്കി തീർക്കും. അതിനെ തൊട്ടെല്ലാം ഇളന്ന് മാറി നിന്ന് അള്ളാഹിൻ്റെ വക്കൽ നിന്നുള്ള പ്രത്യേകമായ റഹ്മത്തിൽ അവർ പ്രവേശിപ്പിക്കും. ഐ ഫി സവാബിൻ ഖദ്ദറഹു ബിഇസാഇ ഈമാനിഹി, ഈമാനിൻ്റെ മുക്കാബിലയിൽ അള്ളാഹു തആല തീരുമാനിച്ചു കൊടുത്ത ആ പ്രത്യേക റഹ്മത്താണത്. വ ഫളിൻ, ഫളിലേതാ? ഇഹ്സാനു സായിദുൻ അലൈഹി, അതിനേക്കാണ് സായിദായ ഇഹ്സാൻ. എന്തിനാണ്? മിമ്മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഇപ്പം പറഞ്ഞത് വജഹദീഹിം ഇലൈഹി, അള്ളാഹുവിനെ കൊള്ളത് വഴി കാണിക്കും. ഇലല്ലാഹി സിറാത്തൻ മുസ്തഖീമ, സിറാത്തൻ മുസ്തഖീമിലേക്ക് വഴി കാണിക്കും. ആ വഴിയെടുത്തേക്കെത്തും, ഇലഹിയെത്തും. ഹുവൽ ഇസ്ലാമു വത്വാഅതു ഫിദ്ദുനിയാ, ദുനിയാവിൽ ഇസ്ലാമും അള്ളാഹ്ക്ക് വഴിപ്പെടലും. വതരീഖുൽ ജന്നത്തി ഫിൽ ആഖിറ, ആഖിറത്തിലെ സ്വർഗത്തിലേക്കുള്ള പാതയുമാണ്. അഅതല്ലാഹു ലികുല്ലി നബിയ്യിൻ ആയ, ഓരോ നബിമാർക്കും അല്ലാഹു തആല ഓരോ ആയത്ത് കൊടുത്തിട്ടെന്ന് വെച്ചാൽ മുഅ്ജിസത്ത്. വ ബുർഹാനൻ, ബുർഹാനും കൊടുത്തിട്ടുണ്ട്. ലിയുഖീമ ബിഹിൽ ഹുജ്ജത അലൽ ഉമ്മത്തി, ഉമ്മത്തിൻ്റെ പേരിൽ ഹുജ്ജത്ത് നിലനിർത്താനാണ്. നമുക്കൊന്നും വന്നിട്ടില്ല, നമുക്ക് വൈകാണിച്ചാൽ ആരുമില്ല, അതുകൊണ്ടാണ് നമ്മ ഇങ്ങനെ ആയിപ്പോയിരുന്നെന്ന് പറയാനില്ല. വജഅല നഫ്സൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവിടെ എന്താക്കിയെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നഫ്സ് തന്നെ ബുർഹാനാക്കി തരുന്നത്. കാരണം തങ്ങളുടെ ഓരോന്നിലെന്നുണ്ട് മുഅ്ജിസത്തുണ്ട്. മൊത്തത്തിൽ അവർക്ക് കൊടുക്ക ഇതല്ല, ഇത് ദാത്ത് തന്നെ മുഅ്ജിസത്താണ്. അല്ലെ മറ്റേ കേട്ടോണ്ടിരിക്കുന്നത് എന്താ പറയുന്നതാ? ذلك لأن برهان الأنبياء كان في الأشياء غير أنفسهم, അമ്പിയാക്കൾക്ക് കൊടുത്ത ബുർഹാന് ഓരോ ശൈകളിലായിട്ടാണ്, അവരുടെ നഫ്സിലല്ല. മിസ്ലു മാ കാന ബുർഹാന മൂസ, മൂസ അലൈഹിസ്സലാമിൻ്റെ ബുർഹാനുടെ ഫീ അസാഹു, ബടി ഉണ്ടാവും, ബടി പാമ്പാക്കൽ, കല്ലിലടിക്കൽ, ഇതൊക്കെ. അതുപോലെ വഫിൽ ഹജരി, കല്ലിലുണ്ട്. അല്ലദീ ഇൻഫജറത് മിൻ ഇസ്നത അശറ ഐനൻ, 12 ഉറവുണ്ടായില്ലേ. വകാന നഫ്സുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുർഹാന ബിൽ കുല്ലിയ്യാത്ത്, എന്നാൽ തങ്ങളെ ദാത്ത് തന്നെ എന്താണ്? ബുർഹാനാണ്. അപ്പോൾ ഫക്കാന ബുർഹാൻ ഐനൈഹി, തങ്ങളെ 2 കണ്ണിൻ്റെ ബുർഹാനുണ്ട്. ലാ തസ്ബിഖൂനി ബിർ റുകൂഇ വസ്സുജൂദി, നിങ്ങൾ റുക്കൂ കൊണ്ടോ സുജൂദ് കൊണ്ടോ എന്നെ മറികടക്കരുത്. കലയെ കൂട്ടി ചെയ്യലുണ്ടല്ലോ. ഫഇന്നി അറാക്കും മിൻ ഖൽഫി, ഞാൻ പിന്നിൽ നിന്ന് കാണുമെന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ മുഅ്ജിസത്താണ് കേട്ടോ. കമാറാക്കും മിൻ അമാമി, മുമ്പിലുള്ള ആളെ കാണുമ്പോൾ തന്നെ പിന്നിലുള്ള ആളെയും കാണും. ഇനി ബുർഹാനു ബസരിഹി, തങ്ങളെ ബസറിൻ്റെ ബുർഹാൻ എന്താ? മാ സാഖൽ ബസറു വമാ തഗാദ്, ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിൽ അതേ അജായിബം കാണിച്ചു കൊടുത്തു. അപ്പം കാണിച്ചു കൊടുത്തതിലേക്ക് മാത്രം നോട്ടം പതിക്കും, അല്ലാത്തതിലേക്ക് ചാടിക്കിടക്കില്ല. അത് ഒരു അദബുകേട് വരണ്ടെന്ന് വെച്ചിട്ട് മുമ്പ് പറഞ്ഞിട്ടല്ലേ. ബുർഹാനു അൻഫിഹി, തങ്ങളെ മൂക്കിന് എന്തുണ്ട്? ബുർഹാനുണ്ട്. ഇന്നി ലഅജിദു നഫ്സർ റഹ്മാനി മിൻ ഖബലിൽ യമൻ, യമനിൻ്റെ ഭാഗത്ത് നിന്ന് റഹ്മാനായ അള്ളാഹുവിൻ്റെ നഫസ് ഞാൻ എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് മൂക്കൊണ്ടാസി. വ ബുർഹാനു ലിസാനിഹി, ലിസാനിൻ്റെ ബുർഹാനുണ്ട്. മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, തടിഹവാക്കൊപ്പിച്ച് തങ്ങൾ സംസാരിക്കൂല, വഹ്യ് വന്നിട്ടല്ലാതെ. വ ബുർഹാനു ബുസാഖിഹി, തങ്ങളെ ബുസാഖിൻ്റെ ബുർഹാനുണ്ട്, ഉമിനീര്. മാ ഖാല ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നഹു ഖാല യൗമൽ ഖന്ദഖി, ഖന്ദഖിൻ്റെ ദിവസം തങ്ങൾ പറഞ്ഞു, ലാ തുഖ്ബിസന്ന അജീനക്കും, നിങ്ങൾ കുഴച്ചു വെച്ച മാവുണ്ടല്ലോ, അത് ജാബിർ റളിയല്ലാഹു അൻഹു അല്ലേ ചെറിയ കൊളാക്കിന്, ആ കുഴച്ചു വെച്ച അജീനെ നിങ്ങൾ റൊട്ടിയാക്കല്ല. വല തുൻസിലന്ന ബുർമത്തക്കും ഹത്താ അജീ, ഞാൻ വന്നിട്ടല്ലാതെ ആ കൂട്ടാൻ പാത്രം അത് ഇറക്കിയും വേണ്ട.
ഫബസഖഫിൽ അജീനിലും അതിലെന്താക്കി തങ്ങൾ തുപ്പി. വബാറക സുമ്മ വസഖഫിൽ ബുർമ, ബാറക്കൻസ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. പിന്നെ ബുർമത്തിലും എന്താക്കി തുപ്പിയിട്ട് വബാറക്ക, അവിടെയും ബർക്കത്ത്, അവൻ്റെ ബർക്കത്ത് ഉണ്ടോ. ഫഉഖ്സിമു ബില്ലാഹി, ആരാ പറയുന്നത്? ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുകയാണ്, ഇന്നഹും ലഅകലൂ, എല്ലാവരും ഭക്ഷിച്ചു. എത്ര? വഹും അൽഫുൻ, 1000 ആളുകളുണ്ടായിരുന്നു. ഹത്താ തറക്കൂഹു വൻസറഫു, എല്ലാം ഭക്ഷിച്ചു പോയാലും. വമിനൽ യസീരി സഖാ വഅത്അമ ലൈസഹു ഹത്താ തഫൗ വയസീറുഹു ലം യൻഫദി വത്തആമു കഹാലിഹി ഹീന ദഅ. വഇന്ന ബുർമതന, പറഞ്ഞാൽ നമ്മളെ കൂട്ടാൻ്റെ കളുണ്ടല്ലോ, ഇല്ല തകിത്തു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും കുറഞ്ഞിട്ടില്ല. വഇന്ന അജീനന, നമ്മുടെ ഗോതമ്പ് മാവ് ല യുഖ്ബസു കമാ ഹുവ, അങ്ങനെ ഒട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വബുർഹാനു തഫലിഹി, ഇനി അത് തുപ്പലുണ്ടല്ലോ, അന്നഹു തഫല ഫി ഐനി അലിയിൻ കറമല്ലാഹു വജ്ഹഹു, എൻ്റെ കണ്ണിൽ ആക്കിയപ്പോൾ വഹിയ തർമതു, അതിന് കണ്ണുരോഗം ഉണ്ടായിരുന്നല്ലോ തങ്ങൾക്ക്. ഫബരി ബിഇദ്നില്ലാഹി തആല, അല്ലാഹുവിൻ്റെ ഇതിന് പ്രകാരം അപ്പം തന്നെ സുഖപ്പെട്ടു. യൗമ ഖൈബർ, അപ്പം നമ്മൾ കുറേ മിത്തിലല്ലോ ഓതിയത്. വബുർഹാനു യദിഹി, തങ്ങൾക്കുള്ള യദിൻ്റെ ബുർഹാൻ എന്താണ്? മാ ഖാലല്ലാഹു തആല വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ, ഒരു പൊടി ചരൽ വാരിയിട്ട് എറിഞ്ഞപ്പോൾ എല്ലാവരും തോച്ച്, അത് അള്ളാഹുവിൻ്റെ ഏറാണ്. ഇങ്ങനെ ഓരോന്നും ദലാലുനുബുവത്തിലും ശിഫായിലും എല്ലാം എണ്ണി പറയുന്നു. മാത്രമല്ല വന്നഹു സബ്ബഹൽ ഹസാ ഫീ യദിഹി, തങ്ങളുടെ കയ്യിൽ ചരൽ കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്. വബുർഹാനു മാ ബൈന അസാബിഹി, വിരലിൻ്റെ ഇടയ്ക്കുള്ള പ്രത്യേകത എന്താണ്? അന്നഹു കാനൽ മാഉ യംബഉ മിൻ ബൈനി അസാബിഹി, വിരലിൻ്റെ ഇടയ്ക്കുന്ന് വെള്ളം ഉറവോട്ടും. അത് മുത്തവാത്തിറായ ഹദീസാണ്, മല്ലോദീനല്ല. ഹത്താ ശരിബ മിൻഹു ഖൽഖുൻ അലീം, ധാരാളം ആളുകൾ ആ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇനി ബുർഹാനു സ്വദരിഹി, ഇനി സ്വദറിൻ്റെ ബുർഹാൻ എന്താണ്? അന്നഹു കാന യുസല്ലി, തങ്ങൾ നമസ്കരിക്കും. വലി സ്വദരിഹി അസീസുൻ കഅസീസിൽ മിർജലി, മിർജൽ എണ്ണ തിളപ്പിക്കുന്ന പാത്രം ഉണ്ടല്ലോ, നമ്മൾ ചീനച്ചട്ടിയിലും കുട്ടിക്കോ എണ്ണ തിളക്കുമ്പോൾ ഒരു കുളി ശബ്ദം കേൾക്കുമല്ലോ, ഒരു നല്ല ശബ്ദം ഉണ്ടാ തിളക്കുമ്പോൾ, അത്തരത്തിൽ കേൾക്കും. മിനൽ ബുക്കായി, കരച്ചലിനാൽ. ഇതിലെ കഥയോട് പറഞ്ഞത് من خوفه سمع العزيز من الصدر المرجع المغلي صح به الخبر. വളരെ മിത്തുണ്ടാക്കുന്നതിന് വല്ലാത്തൊരു കഴിവാണ്. ആണെങ്കിൽ വാസിലായാൽ നിൽക്കാറൊന്നും വേണ്ട, നീ എല്ലാം ഇഷ്ടം പോലെ നടക്കാം, അങ്ങനെ ഒന്നില്ല. മിൻ ഖൗഫിഹി സുമിഅ അൽ അസീസു മിനസ് സദർ, സദറിൽ നിന്ന് ഈ ഞരക്കം. കൽ മിർജലിൽ മഗ്ലിയ്യി സഹബിഹിൽ ഖബർ, തിളപ്പിക്കുന്ന പാത്രത്തിൽ നിന്ന് കേൾക്കുന്നത് പോലത്തെ ശബ്ദം തങ്ങളെ സദറിൽ നിന്ന് കേട്ടിരുന്നു. അത് എന്താണ്? ഹദീസിൽ വന്നതാണ്, സഹബിഹിൽ ഖബർ. അതെ. വബുർഹാനു ഖൽബിഹി, തങ്ങളെ കൽബിൻ്റെ ബുർഹാൻ അന്നഹു തനാമു ഐനാഹു വലാ യനാമു ഖൽബുഹു, ഇത് നമ്മൾ ഓതി തന്നെ, കണ്ണുറങ്ങിയാലും ആ കൽബ് ഉറങ്ങാറില്ല. അങ്ങനെ ഒരുപാടുണ്ട്, ഓരോന്ന് എടുത്തിട്ടുണ്ട്. കാലിൻ്റെതുണ്ട്, കൈയിൻ്റെതുണ്ട്, എല്ലാം. വഅംസാലു ഹാദിഹിൽ ബറാഹീനി, ഇത്തരത്തിലുള്ള ബുർഹാൻ കസീറത്തുൻ, ധാരാളമുണ്ട്. ഫമിൻ അലമിഹാ, അതിലേറ്റവും വലുതെന്താ? അന്നഹു ഉരിജ ബിഹി ലസ്സമാ, ആകാശത്തിലേക്ക് മേറാജിൽ കൊണ്ടുപോയി. ഹത്താ ജാവസ ഖാബ ഖൗസൈനി ഔ അദ്നാ, അതെല്ലാം വിട്ടുകിടന്നു. വദാലിക ബുർഹാനു ലിനഫ്സിഹി ബിൽ കുല്ലിയ്യ, അപ്പോൾ സ്വന്തം നഫ്സിനുള്ള എല്ലാം കൂടെ അടങ്ങിയൊരു ബുർഹാനാണ്. വമാ ഉഅതി നബിയ്യുൻ ഖബ്ലഹു, തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരു നബിക്കും കൊടുക്കപ്പെട്ടിട്ടില്ല. മിസ്ലുഹു, തങ്ങൾക്ക് കൊടുക്കപ്പെട്ടതുപോലെ. ഖത്തു വകാന ബഅദ നുഹിയ ഇലൈഹി, തങ്ങൾക്ക് വഹി നൽകപ്പെട്ടതിന് ശേഷം അഫ്സഹൽ അറബി വൽ അജം,
അറബികളെക്കാളും അജമികളെക്കാളും ഏറ്റവും ഫസാഹത്തുടയവരായിരുന്നു തങ്ങൾ. അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നിട്ട് വഹി കിട്ടിയപ്പോൾ അത് കൂടിയല്ലോ. വക്കാന മിൻ ഖബ്ലു എന്ന വഹയിൻ്റെ മുമ്പ് ആരായിരുന്നു? ഉമ്മിയായിരുന്നു. ലാ യദ്രി മൽ കിതാബ് വലൽ ഈമാൻ, എന്താണ് കിതാബ്, എന്താണ് ഈമാൻ, എങ്ങനെയായിട്ട് ശരിക്കലൊന്നും അറിഞ്ഞിരുന്നില്ല. വഅയ്യ ബുർഹാനിൻ അഖ്വാ വഅദ്ഹറു വഅവ്ളഹു മിൻ ഹാദാ, ഇതിനേക്കാൾ വ്യക്തമായതും ഇതിനേക്കാൾ പ്രത്യക്ഷമായതും ശക്തിയേറിയതുമായ ബുർഹാനിന് വേറെന്താണ് വേണ്ടത് എന്നാണ് ചോദ്യം. ആ ബുർഹാൻ എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ തന്നെയാണ്. കുന്നൂറ ഖുർആനും. അപ്പം നബിതങ്ങളും ഖുർആനും വന്നു. അപ്പം ഇർസാലും ഉണ്ട്, ഇൻസാലും ഉണ്ട്. അപ്പം എല്ലാം ശരിയായില്ലേ? ഇനി നമ്മുടെ പഴയ മസാലയിലേക്ക് വണങ്ങാം. എന്താണ്? യസ്തഫ്തൂനക, അവർ പറഞ്ഞ തങ്ങളോട് ഫത്വാഫിയുടെ ഒരു ഫിഖിയ്യത്തിലേക്ക് കടക്കുന്നു. എന്താണത്? യത്ലുബൂന മിൻക, തങ്ങളെ വക്കലിന് അവർ തേടും അൽ ഫത്വനെ തേടും ഫി ഹക്കിൽ കലാല, കലാലത്തിൻ്റെ വിഷയത്തിൽ. എന്താ കലാലത്ത് എന്ന് പറഞ്ഞാലോ, പിതാവും അസ്ല ഫർഇൽ കൂടി എന്താവില്ല, അനന്തരെടുക്കുന്നില്ല. അത് മുമ്പ് ഓതിന് വൈകാന റജുലൻ യൂറസു കലാലത്തൻ എന്ന് പറഞ്ഞിട്ട് അസ്ലേതാണ് മാതാപിതാക്കന്മാർ, പിന്നെ ഫർ ഏതാണ് മക്കള്, അതിൽ കൂടി അനന്തരക്കാറില്ല. പിന്നെ രണ്ടാകല് ഏട്ടനോ അനിയത്തിയോ, ഏട്ടത്തിയോ അനിയത്തിയോ ഏട്ടനോ ആരെങ്കിലും ഉണ്ടാകും. അതാ ഖുലില്ലാഹു യുഫ്തീകും ഫിൽ കലാല, കലാലത്തിൻ്റെ വിഷയത്തിൽ അല്ലാഹു തആല നിങ്ങൾക്ക് അതിനെന്താക്കും? ഫത്വ നൽകും. തങ്ങളിൽ കൂടി നടക്കും. അൽ ഇഫ്താഉ എന്ന് പറഞ്ഞാൽ തബ്യീനുൽ മുബ്ഹമി വ തൗളീഹുൽ മുഷ്കിൽ, അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവ്യക്തമായ കാര്യത്തിന് വെളിവാക്കലും ഇസ്കാലാകുന്ന കാര്യം എന്നതാണെന്ന് മനസ്സിലാക്കി തരുത്തുമാണ്. വൽ കലാലത്തു ഫിൽ അസ്ലി, അസ്ലിൽ കലാലത്ത് എന്താ? മസ്തറും ബിമാനൽ കലാൽ, കലാലിൻ്റെ മകനക്കുള്ള മസ്തറാണ് ഇത് കലാലത്തും. അത് താഗ് മന്നത്തിൻ്റെ താഗല്ല. വഹുവ ദഹാബുൽ ഖുവ്വത്തി, ശക്തി നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. ഖുവ്വത്ത് അതാ തളർച്ച. വസലൂബിൽ കലാലി മിൻഹും കലാലാ എന്ന് പറഞ്ഞു. ഞാൻ വന്നണ്ട ബരി അതെ അഫറോബിത്തുവാബി മിൻ, അതല്ല പതിനുമ്പം. ഇരുട്ട് അവരമേൽ മുറ്റി വന്നാൽ അഥവാ നട്ടപ്പാതിരായാൽ വസലൂബിൽ കലാലി മിൻഹും കലാല, പകല് നോമ്പ് നോറ്റ കലാൽ അവിടെ ഉണ്ട്, അതോടൊപ്പം തന്നെ രാത്രി ഉറപ്പുവെച്ച കലാലും ഉണ്ട്. അപ്പം സിയാമും കൊണ്ടെന്തായി? രണ്ട് കലാൽ ഒരുമിച്ച് കൂട്ടി എന്നാ പറഞ്ഞു വന്നത്. അപ്പോൾ ക്ഷീണം. അപ്പം ഉസ്തുഈറത്തിൽ കറാബത്ത്, അത് കറാബത്തിന് ഇസ്ഹാറത്ത് ചെയ്യപ്പെട്ടതാണ്. ഏത് കറാബത്ത്? മിൻ ഗൈരി ജിഹത്തിൽ വാലിദി വൽ വലദി, വാലിദിൻ്റെ ഭാഗത്തിൽ കൂടിയല്ല വലദിൻ്റെ ഭാഗത്തിൽ കൂടി ഇല്ലാത്ത കറാബത്ത്. അപ്പം ഏതാറും അസുബക്കാറ് സഹോദരി സഹോദരന്മാരല്ലേ. അപ്പം അയാൾക്കൊരു ശക്തി നഷ്ടപ്പെട്ട മാതിരി, അസലിൻ്റെയും ഫറഇൻ്റെയും ശക്തി നഷ്ടപ്പെട്ട പോലെയും. തുത്തലക്കോ, ഇനി പറയപ്പെടല അലാമല്ലം യുഖല്ലിഫു വലദൻ വല വാലിദൻ, ഒരാൾ മരിക്കുമ്പോൾ അയാൾക്ക് വലതുമില്ല വാലിദുമില്ല, അപ്പം അസലുമില്ല ഫറഉമില്ല. വൽ മുറാദു ഹുന, ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലദീ മാത വലം യരിസുഹു അഹദും മിനൽ വാലിദൈനി വല അഹദും മിനൽ ഔലാദ്, ഒരാൾ മരിക്കുന്ന അവസരത്തിൽ വാലിദൈനിയുമില്ല ഔലാദുമില്ല, അതല്ലാത്ത വാരിസ്യങ്ങളേ ഉള്ളൂ. ലിമാ റുവിയ അന്ന ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുമാ വഅർളാഹുമാ അന്ന കാന മരീളൻ, മൂപ്പര് രോഗിയായിരുന്നു. ഫആദഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ സന്ദർശിക്കാൻ പോയി. ഫഖാല ഇന്നി കലാലത്തുൻ, എന്ന് തങ്ങളോട് പറഞ്ഞു, ഞാൻ കലാലത്താണ് നബി. എന്നിട്ട് ലാ യഖ്ലിഫുനി വലദുൻ വലാ വാലിദുൻ, എനിക്ക് മക്കളുമില്ല പിതാവുമില്ല. ഫൈകൈഫ അസ്നഉ ഫീ മാലി, എൻ്റെ മാൽ എന്ത് ചെയ്യണം? ഇതാണ് ആ ഫത്വൻ്റെ ചോദ്യം. ഫനസലത്, അപ്പോൾ ആയത്തിറങ്ങി. ഇനി ഇംറുഉൻ ഹലക ലൈസ ലഹു വലദുൻ, കണ്ട, ഒരാൾ മരണപ്പെട്ട് ലൈസ ലഹു വലദുൻ, അദ്ദേഹത്തിന് വലതില്ല എന്ന് വെച്ചാലോ, ഇൻ ഹലക ഇംറുഉൻ ഗൈറി ദീ വലദിൻ, മക്കളില്ലാത്തൊരാൾ മരിച്ചെന്ന്, അത് ദക്കറൻ കാന ഔ ഉൻസ,
അപ്പം ഇനി ഇമ്രുഉൻ എന്ന് പറയുമ്പോൾ ആണുങ്ങൾക്കേ മസാല ഉള്ളൂ എന്ന് തോന്നിപ്പോകും. ഇമ്രഅത്തുൻ എന്ന് പറഞ്ഞാത്തോണ്ട് അപ്പം ആണായാലും പെണ്ണായാലും. വലഹു ഉഖ്തുൻ, അദ്ദേഹത്തിന് ഉഖ്തുണ്ട്. അപ്പം മക്കൾ ആൺമക്കൾ ഇല്ല, പെൺമക്കളും ഇല്ല, ഉപ്പിയും ഇല്ല, ഉമ്മയും ഇല്ല, ആരുമില്ല. പിന്നെ ആരുണ്ട്? ഉഖ്തുണ്ട്. ഇവിടെ വൽ മുറാദു ബിൽ ഉഖ്തി മൻ ലൈസത് ലി ഉമ്മിൻ ഫഖത്ത്, ഉമ്മ ഒത്ത സഹോദരി അല്ല. അതുകൊണ്ട് അത് മുമ്പ് കഴിഞ്ഞു പോയി. വലഹു അഖുൻ ഔ ഉഖ്തുൻ എന്ന് പറഞ്ഞാൽ അപ്പം സഹോദരിമാർ ഇഖ്വത്ത് അദ്ദേഹത്തിലുണ്ടായാല് ഉമ്മയുണ്ട്, ഉമ്മാരുടെ ഭാഗത്തിൽ കൂടി മാത്രം ഉണ്ടാവും, ഉപ്പാരുടെ ഭാഗത്തിൽ കൂടി മാത്രം ഉണ്ടാവും, ചക്കയ്ക്കും ഉണ്ടാവും. അപ്പൊ ഉമ്മാരുടെ ഭാഗത്ത് മാത്രമുള്ളതല്ല ഇത്, ബാക്കി രണ്ടെണ്ണോ ഏതെല്ലാം ചക്കയ്ക്കും വന്ന് അല്ലെങ്കിൽ ഉപ്പാരുടെ ഭാഗത്തിൽ കൂടിയും വന്ന്. അതിൽ ഞാൻ ഫൈന ഫർദഹ സുദുസു, കാരണം അവൾക്കുള്ള സുദുസ് 6-1 എന്ന് അത് മുമ്പ് കഴിഞ്ഞു പോയി. 321 പേജിലുണ്ടാവും അത് കഴിഞ്ഞ്. അത് പറയണ്ട. അപ്പൊ അവിടെ മറ്റേ ശഖ്സിനെ പറ്റി പറഞ്ഞു, അത് ലാസ്റ്റ് വരൂന്നും പറഞ്ഞു. അപ്പൊ ഫലഹ നിസ്ഫു മാ തറക്ക, അപ്പൊ ഈ മരിച്ചുപോയ സഹോദരൻ വിട്ടുപോയതിൽ നിന്ന് പകുതി 1/2 ഈ ഉഖ്തിന് കിട്ടുക. പിന്നെ എന്നുവെച്ചാൽ ബിൽ ഫർലിന്റെ ഓഹരിയാണ്. അതിലെ പറഞ്ഞ 2/3, 1/3, 1/6 എന്നൊക്കെ പറയുന്നത് ഫർലിന്റെ ഓഹരി. ബാക്കി അസബ വൽ ബാക്കിയിൽ അസബ, ബാക്കി അസബക്കാർക്ക് പോകും. വഹുവ, ഇനി തിരിച്ചു വെക്ക്. വഹുവ ജരിസുഹ, വഹുവ എന്ന് പറഞ്ഞാൽ ഷഖീഖായ ഖ്, ജരിസുഹ അവൾ അനന്തരെടുക്കും. അഹാ എന്ന് പറഞ്ഞാൽ ഉഖ്തഹു, അതായത് പെണ്ണാ മരിച്ചെങ്കിൽ. ഈ ഫുർദ ഹലാക്കഹ, ഹലാക്ക് സങ്കല്പിക്ക്. എന്നിട്ടുള്ള മസാല പറയല്ലേ. എല്ലാം ഞക്കുല്ലഹ വലതും, വലതില്ലെങ്കിൽ, കാരണം വലതില്ലാത്തത് കൊണ്ടാണല്ലോ കലാലത്തായത്. ذكرا كان أو أنثى فالمراد بإرثه لها إحراز مالها. അപ്പോൾ ഈ സഹോദരൻ അവൾ ഇറിസെടുക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? ആരും ഇല്ലെങ്കിൽ മുഴുവനും കിട്ടും. അത് ഇരട്ടിയായി. പകുതി എന്ന് പറഞ്ഞത് ആണാകുമ്പം ഇരട്ടിയായില്ലേ? ഇനി കാരണം ഇത് ഹുവൽ മശ്റൂത്ത് ബിൻതിഫായിൽ വലതി ബിൽക്കുല്ലിയ, മക്കളെ ഇല്ല എന്ന് അത് ഷർത്താക്കിയിട്ടുണ്ടല്ലോ. കണ്ടാ, ലാ ഇർസുഹു ലഹാ ഫിൽ ജുംല ഫൈൻ യതഹഖഖു മഅ വുജൂദി ബിൻതിഹാ. ഇർസ് എന്താണ്? ഫിൽ ജുംല, അതായത് ഈ സഹോദരൻ എന്താക്കും? അസബയാകുന്നുണ്ടാവും, ഫർദിൻ ഹൽ വേറാവുന്ന ചില സൂറത്ത് വരും. അതാദ്യം പറഞ്ഞിട്ടില്ലേ? അത് സുദുസ് കൊടുക്കുമെന്ന് പറഞ്ഞില്ല. ഫൈന്നഹു യതഹഖഖു മഅ വുജൂദി ബിൻതിഹ, അവളുടെ ബിന്ദുള്ളപ്പം തന്നെ എന്താകും? ഇർസ് വേറെ കിട്ടുന്നുണ്ട്. ഇനി അവിടെ തീർന്ന്. ഫൈൻകാന തസ്നതൈനി, അവർ രണ്ടാളാണെങ്കിൽ അതോടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 2/3 ഉണ്ടാവും. അതാ ആ ഇസ്നത്തൈനി ഫസായിദൈനി, ഇസ്നത്തൈന് കൈതല്ല, 2 2 കൂടുതലോ എന്നർത്ഥം. ഫലഹുമ സുലുസാനി, അവർക്ക് രണ്ടാക്കും സുലുസാനി ഉണ്ട്, 2/3 മിമ്മാ തറക്ക, ആ ഉപേക്ഷിച്ചതിൽ നിന്ന്. അല്ലമീറു ലിമൻ ജരിസു ബിൽ ഉഖുവ, സഹോദര ബന്ധം കൊണ്ടുള്ളവരിലാക്ക എന്താന്ന്? മിമ്മാ തറക്കാന്ന് മീറും മടങ്ങിയത്. വലഹുമ വൽ മുഅ്തബറു ഫി ഇഖ്തിലാഫിൽ ഹുക്മി ഹുവൽ അദദൂൻ, ഹുക്മ് മാറ്റം വരാനുള്ള മുഅ്തബർ എന്താണ്? എണ്ണമാണ്. അപ്പോൾ ചെറുത് വലുത് എന്നുള്ള പ്രശ്നമില്ല, എണ്ണം ഒന്നിലധികം ഉണ്ടോ ഇല്ലയോ എന്ന്. ഇസ്നത്തൈനിൽ എണ്ണാണ് പരിഗണിക്കുന്നത്. പിന്നെ വഇൻകാനു ഇഖ്വതൻ, അവർ സഹോദരന്മാരാണ്. എന്നുവെച്ചാൽ മയ്യരിസു ബി തരീഖിൽ ഉഖുവത്തി, സഹോദര ബന്ധം കൊണ്ട് ഇസെടുക്കുന്നവരിൽ മുഖ്തലിത്തൻ, ആണുണ്ട് പെണ്ണുണ്ട്. എന്നുവെച്ചാലോ റിജാലം വനിസാൻ, ആണും പെണ്ണും മുഖ്തലിത്താണ്. പെണ്ണ് മാത്രമായ കോലം പറഞ്ഞു, ആണ് മാത്രമായ കോലം പറഞ്ഞു, ആണും പെണ്ണുള്ള കോലം പറഞ്ഞു. അതാ വഇൻകാനു ഇഖ്വതൻ വഅഖ്വാത്തിൻ, ആൺ സഹോദരന്മാരുണ്ട്, പെൺ സഹോദരിമാരുണ്ട്. അപ്പോൾ ഇവിടെ കാനു എന്ന് പറഞ്ഞപ്പോൾ മുദക്കറായിട്ടല്ലേ പ്രയോഗിച്ചത്. അത് 2 വന്നാൽ എന്താക്കും? ഗാലിബിനെ നോക്കിയിട്ടാ പറയാം. അല്ല പെണ്ണായി ആണായി എന്ന് വേറെ പറയണ്ടില്ല. എന്താക്കി? ഫഖല്ലബൽ മുദക്കറു അലൽ മുഅന്നസ്, മുഅന്നസിനാക്കാണ് മുദക്കറിനെ മുൻതൂക്കം നോക്കിയിട്ടാണ് എന്ത് പ്രയോഗിച്ച? ഫൈൻ കാനു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പെണ്ണിനെ നോക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരില്ലേ? 2 ഒന്നല്ലേ ആക്കേണ്ടത്. ആണും പെണ്ണും കൂടെ കൊള്ളുന്ന ഒരു ശീല പറയാൻ കഴിയില്ലല്ലോ.
അക്കൂട്ടത്തിൽപ്പെട്ട ആണുങ്ങൾക്കുണ്ട് ഉൻസജയിൻ്റെ അതെ അവ രണ്ട് ഉൻസയുണ്ട്. അപ്പോൾ അതെ 1:2. യക്സിമൂന തരിക്കത്ത് അല തരീക്കത്തി തഹസീബ് അവിടെ തഹസീബിൻ്റെ രൂപത്തിലെടുക്കാം. ആണും പെണ്ണും ഒരുമിച്ച് കൂടുമ്പോൾ 1:2. ഒരാണിന് എന്താക്കണം 2. ഇനി വഹാദാ ആഖിറു മാ നസല ഫീ കിതാബില്ലാഹി മിനൽ അഹ്കാം അഹ്കാമിനാൽ അവസാനം ഇറങ്ങിയതാണ് ഇത്. روي أن الصديق رضي الله عنه قال إن الآية التي أنزلها الله تعالى في سورة النساء في الفرائض ഫറായിദിൻ്റെ വിഷയത്തിൽ സൂറത്തു നിസായിൽ ഇറങ്ങിയില്ലേ, അവ്വലുഹ ഫിൽ വലദി വൽ വാലിദി, ആദ്യം തുടങ്ങുമ്പോൾ വാലിദ് വലതെല്ലാം പറഞ്ഞു. വസാനിഹ ഫി സൗജി വസ്സൗജതി വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും, അപ്പോൾ ഇതിൽ കൂടി ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കൂടിയാണ് പറഞ്ഞത്. പിന്നെ വൽ ഉഖ്വത്തു മിനൽ ഉമ്മി, ഉമ്മാൻ്റെ ഉഖ്വത്തും പറഞ്ഞിട്ടുണ്ട്. വലഹു അഖുൻ ഔ ഉഖ്തുൻ. വൽ ആയത്തുല്ലത്തി ഖതമ ബിഹാ സൂറത്തിന് അവസാനിപ്പിച്ച് ഇപ്പോൾ ഓതിയാറ്റ് ഫിൽ ഉഖ്തി അബവൈനി ഔലിയാബിൻ, ഷഖീഖായ ഉഖ്ത് അല്ല ഉപ്പോത്തത്. വൽ ആയത്തുല്ലത്തി ഖതമ ബിഹാ സൂറത്തുൽ അംഫാൽ സൂറത്ത് അവസാനിച്ച ആയത്തിൽ അൻസലഹാ ഫീ ഉലിൽ അർഹാമിനെ പറ്റി. അപ്പം എല്ലായി സൂറത്തുൽ അംഫാൽ വരാൻ പോകുന്നേ ഉള്ളൂ. യുബയ്യിനുല്ലാഹു ലക്കും, അല്ലാഹു തആല നിങ്ങൾക്കെല്ലാം വെളിവാക്കി തരുന്നുണ്ട്. അപ്പം എന്താ ലക്കും യുബയ്യിനുടെ മഫ്ഊൽ എവിടെ? യുബയ്യിനു അല്ലാഹു ഫായില് എന്തിനെ? ഐ ഹുക്മൽ കലാലത്തി, കലാലത്തിൻ്റെ ഹുക്മിനെ. അതാണ് ഈ ഖാസായ ആയത്തിലുള്ളത്. അല്ലെങ്കിൽ അമ്മക്ക ഔ അഹ്കാമുഹു വ ശറാഇഹു, അമ്മക്ക എല്ലാ അഹ്കാമിനെയും എല്ലാ ശറായിനെയും. അന്തദില്ലു എന്നവനാ നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കാനാണ് എന്ന്. തെറ്റാൻ വേണ്ടി എന്നല്ല, തെറ്റാവാതിരിക്കാൻ. അല്ലാഹ് പറഞ്ഞാൽ പിന്നെ തെറ്റില്ലല്ലോ. ഐ കറാഹത്ത അന്തദില്ലു ഫീ ദാലിക, ആ വിഷയത്തിൽ നിങ്ങൾക്ക് വഴിപിഴക്കാതിരിക്കലിന് അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. പിഴക്കാതിരിക്കല്ല, പിഴക്കലിനെന്താവും അള്ളാഹു കറാഹത്ത. അപ്പം അന്തദില്ലു എന്താക്കി കറാഹത്തിലേക്ക് കൊടുത്തു. വഴിപിടക്കലിനെ അള്ളാഹു ഇഷ്ടപ്പെടാത്തത് കൊണ്ട്. അപ്പോൾ അതോ മഫ്ഊലുൽ അജ്ലിഹി, മഫ്ഊലുൽ അജ്ലി ഒരു കാര്യം ചെയ്തതിൻ്റെ കാരണത്തിനാണ് മഫ്ഊലുൽ അജ്ലിഹി. ഞാനെന്താ ഗണീറ്റതെന്ന് താലീമല്ലി സയ്യിദ്, സയ്യിദിനെ താലീമാക്കാന്ന്. ആ താലീം എന്തെന്നു? മഫ്ഊലുൽ അജ്ലിഹി, നിങ്ങൾ എണീച്ച് നിൽക്കാനുള്ള കാരണമല്ലേ താലീം. അതെ അതെ അതെ. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കൊണ്ടും അലീമാണ്. മിനൽ അഷ്യാഇ, അഷ്യാക്കളാൽ. അല്ലത്തി മിൻ ജുംലത്തിഹ, അതിൽപ്പെട്ടതാണ് അഹ്വാലുകുമുൽ മുതഅല്ലിഖത്തു ബിമഹ്യാകും വ മമാതികും, നിങ്ങളെ ജീവിതവുമായി ബന്ധപ്പെട്ട അഹ്വാലാവട്ടെ മരണവുമായി ബന്ധപ്പെട്ട അഹ്വാലാവട്ടെ. അതാണല്ലോ ഫറായിദ് വന്നത്. മരിക്കുമ്പോൾ ആലവകാശികൾ എന്തെങ്കിലും. അലീമും മുബാലഗും ഫിൽ ഇൽമി, അതെന്തിനാ പറയുന്നത്? അത് എത്രയോ പറഞ്ഞു കഴിഞ്ഞു പോയി. അലീമ് ഫഈൽ വസ്നാണ്. ഫഈൽ വസ്നാകുമ്പോൾ ഈ മുബാലഗ ഉണ്ടാവും. അപ്പോൾ ഇൽമിലി അങ്ങേയറ്റം. ഫയുബയ്യിനു ലക്കും മാ ഫീഹി മസ്ലഹത്തുക്കും വമൻഫഅത്തുക്കും, നിങ്ങളുടെ മസ്ലഹത്തും മൻഫഅത്തും ഏതിലാണോ അത് അല്ലാഹു തആല വെളിവാക്കി തരും. ഉണ്ടോ? അത് മുമ്പ് കഴിഞ്ഞാൽ ഇബാറത്തിൽ എന്തോന്ന് നഷ്ടപ്പെട്ടുണ്ടാവും നോക്കണം. അവിടെ തൊട്ടം മുമ്പാത്ത് കഴിഞ്ഞില്ലേ, സുബ്ഹാനഹു അൻയകൂന ലഹു വലദുൻ, അത് കഴിഞ്ഞ് ഒന്ന് മുമ്പിട്ടോടൊക്കെ പോയി, കുറച്ച് ബേക്കോട്ടേക്ക് പോട്. ഫഇന്ന തവാലിദ ഇന്നമാഹു ലിഹിഫ്ദിൻ നൗഇ മിനൽ ഇൻഖിറാദ്, ആ വർഗം കഴിഞ്ഞു പോയി നശിച്ചു പോകാതിരിക്കാനാണ്, കാലകരണപ്പൊക്കില്ലേ അതിന് വരാതിരിക്കാനാണ് തവാലിദ് വെച്ചത്. അപ്പം ഫമൻകാന നശ്അതുഹു വതകബ്ബുലുഹു ലിൽ ബഖാ, ഒരാളെ
ഉണ്ടാവലും അതിൻ്റെ വളർച്ചയും എന്തുണ്ട്, അത് നിലനിൽപ്പുണ്ട് ബക്കായിന് വേണ്ടിയാന്ന് വെക്കാം. അപ്പം എന്താണ്ട ഇതൻ ലം യകുല്ലഹു വലതുൻ അളന്ന് നോക്കിയിട്ട് ബഷീർസത് അല്ലെങ്കിൽ അസിലൊന്ന് വരുന്നേക്ക് നമ്മ ഉദ്ദേശാസ്ത്രത്തിലേക്ക് അവിടെ ഒരു കൊടുക്കുന്നുണ്ട് ചുരുക്കത്തിൽ. ഞാനവിടെ ഒരു ഇഷാദിട്ട് കൊടുത്തത് കിട്ടിയാ. അസൽ മാന മനസ്സിലാകുന്നുണ്ട്. അല്ലാഹു തആലാക്ക് ഖിദമും ബക്കാ ഉള്ളത് കൊണ്ട് മക്കളെ ഉപയോഗിച്ചു കൊണ്ട് പാരമ്പര്യം നിലനിർത്തേണ്ടതില്ല. കിട്ടിനാ കിട്ടിയാ വായിക്കലാ. ഫൈനത്തവാലുദ ഇന്നമോഹവലിഫുദിൽ നൗഇ മിനൽ ഇൻഖിറാദ് അതിപ്പോൾ അതിലുണ്ട്. ഫലിദാലിക ലം തതവാലദിൽ മലായികത്തു വലാ അഹ്ലുൽ ജിനാൻ അത് ഇതൊന്നും ഇല്ലാത്തതാണ്. അപ്പം മലായികത്തോ സ്വർഗത്തിൻ്റെ അഹലുകാർക്കോ തവാലുദില്ല. എന്തുകൊണ്ട്? അത് കാലകാലം നിലനിൽക്കുന്നത് അതിന് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഫമൻ കാന നശ്അതുഹു വതകവ്വുനുഹു ലിൽ ബഖാഇ ഇദാ ലം യകുൻ ലഹു വലദുൻ മഅ കൗനിഹി ഹാദിസൻ ഹാദിസൻ ലാ അംസാലിൻ ഫബില്ലൗല അല്ലാ യത്തഖിദല്ലാഹു വലദൻ. അപ്പോൾ ഹാദിസായ ഒരു സാധനത്തിന് തന്നെ എന്ത് വേണ്ട? തവാലുദ് കൊണ്ട് നിലനിർത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുനസ്സഹായി വാലിദും വേണ്ട വലതും വേണ്ട മുനസ്സഹായാൽ ഒട്ടും മക്കൾ ആവശ്യമില്ല എന്നാണ് വരേണ്ടത്. അപ്പോൾ അടുത്തേക്ക് എത്തുന്ന ഇബാറത്ത് ഇവിടെ വന്നിട്ടില്ല. ഹാദിസായ മലക്ക് അഹ്ലുൽ ജനാൻ ഹാദിസല്ലേ എന്ന് അതാണെന്ന് ഒന്ന് അവിടെ എഴുതി കൊടുക്കണമായിരുന്നു. അവർക്ക് പോലും എന്ത് വേണ്ട? തവാലുദ് കൊണ്ട് നിലനിർത്തേണ്ട ആവശ്യം വരുന്നില്ല. അതെ, അതൊന്നാടെ നമുക്ക് വലിയ എഴുതണം. അതാ ഞാൻ പറഞ്ഞാണ് ഇബാറത്തിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അമ്മയെന്ന് എഴുതണം. അല്ലെ പുതിയൊരാൾ വായിക്കുമ്പോൾ ഫമൻകാന നശ്അതു തകവ്വുനുഹു ലിൽ ബഖാ അതിൻ്റെ അടക്കാന്ന് പോയിന്. ഇദൻ ലം യകുൻ ലഹു വലദുൻ അല്ലാ യത്തഖിദ അടക്കണ്ട ഇബാറത്ത് യോജിപ്പിരുന്നില്ല. ആ സൂറത്ത് തീർന്നു.